സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതിനകത്ത് എത്ര പേരാ സോഹോ ബുക്സ് ഷോർട്ട് ടേം ആയിട്ട് അറ്റൻഡ് ചെയ്യുന്നത്? എന്ന് വെച്ചാൽ സോഹോ ബുക്സ് മാത്രം ഓപ്റ്റ് ചെയ്തവർ എത്ര പേരുണ്ട്? ഒന്ന് തംസപ്പയുടെ ഹാൻഡ് റൈസ് ചെയ്യാവോ? രണ്ടുപേര്. അനു ഉണ്ട് അല്ലെ? 3 പേരുണ്ട് അല്ലെ? ഓക്കെ ഫൈൻ. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്നൊന്ന് ഒഫീഷ്യലി ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എന്റെ പേര് നിതിൽ എന്നാണ്. ഞാൻ ആക്ച്വലി ഇവിടെ ഫിൻകോയിലെ വൈറ്റ് ക്ലാസ് സെന്ററിലാണ് വർക്ക് ചെയ്യുന്നത്. എന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാനൊരു ACC അഫിലിയേറ്റ് ആണ്. ആൻഡ് എന്റെ വീട് വരുന്നത് ഇവിടെ എറണാകുളം നോമ്പറൂരിലാണ്. ഓക്കെ ഫൈൻ. നിങ്ങളെല്ലാവരെയും പരിചയപ്പെടാനായിട്ട് നമുക്ക് ഇനി സമയമുണ്ട്. നമുക്ക് ഇനി ഒരു എന്താ പറയാ ഒരു 14 ദിവസം കിടക്കാണ്. സോ ഈ 14 ദിവസത്തിനിടക്ക് നമുക്ക് ഓരോരുത്തരെയും നമുക്ക് വിശദമായി നമുക്ക് പരിചയപ്പെടാം. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമ്മൾ നോക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ സോഹോ ബുക്സ് ആണ്. ഓക്കെ, അപ്പൊ സോഹോ ബുക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താണ് ആക്ച്വലി ഈ സോഹോ ബുക്സ് എന്ന് പറയുന്നത്? ഇത് ആക്ച്വലി ഒരു അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറിനേക്കാൾ പറയുന്നേക്കാൾ നല്ലത് ഇതൊരു ഓൺലൈൻ സോഫ്റ്റ്വെയർ എന്നും കൂടെ പറയണം. ആണെന്ന് വെച്ചാല് നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുള്ള സോഫ്റ്റ്വെയർസ് എല്ലാം ഡെസ്ക്ടോപ്പ് ബേസ്ഡ് ആണ്. എന്ന് വെച്ചാൽ ഒരു സിസ്റ്റത്തിനകത്ത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അത് ആക്സസ് ചെയ്യാൻ പറ്റുന്ന സോഫ്റ്റ്വെയർസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ അതിനെന്ത് വിളിക്കും? ഡെസ്ക്ടോപ്പ് സോഫ്റ്റ്വെയർസ് വിളിക്കും. എക്സാമ്പിൾ പറയണേ എന്താ? ടാലി എന്നൊക്കെ പറയുന്നത് ഒരു ഡെസ്ക്ടോപ്പ് സോഫ്റ്റ്വെയർ എന്ന് വെച്ചാൽ ഒരു സിസ്റ്റത്തിൽ മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. എന്നാൽ സോഹോ ബുക്സ് എന്ന് പറയുന്നത് ഓൺ ദി അതർ ഹാൻഡ് അതൊരു എന്താ പറയാ ഓൺലൈൻ സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അത് നമുക്ക് ഏതൊക്കെ സിസ്റ്റത്തിൽ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാം. അതിന് ഇന്ന സിസ്റ്റം തന്നെ വേണമെന്നില്ല. ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഇന്റർനെറ്റ് കണക്ഷൻ ആ ഒരു സിസ്റ്റത്തിനകത്ത് ഉണ്ടായാൽ മാത്രം മതി. ഇന്റർനെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ വീട്ടിലത്തെ സിസ്റ്റത്തിൽ വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓൺലൈൻ ആയിട്ട് ചെയ്യാൻ പറ്റും. അതാണ് ഈ ഒരു സോഫ്റ്റ്വെയറിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ. വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ആക്ച്വലി നമുക്ക് പണ്ട് സോഹോ ബുക്സ് ഉണ്ടാവണേക്ക് മുമ്പ് ക്വിക്ക് ബുക്സ് എന്നാണ് സോഫ്റ്റ്വെയർ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ, നിങ്ങൾ എല്ലാവരും ക്വിക്ക് ബുക്സ് എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും അല്ലെ? ബട്ട് ആക്ച്വലി ക്വിക്ക് ബുക്സ് എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇന്ത്യയിൽ ബാൻ ചെയ്തു. 2019 ആ സമയമൊക്കെ ആയപ്പോ ക്വിക്ക് ബുക്സ് എന്ത് ചെയ്തു, ഇന്ത്യയിൽ ബാൻ ചെയ്തു. ഇപ്പൊ അത് US കൺട്രീസിൽ മാത്രമേ ഇപ്പൊ നിലവിലുള്ളൂ. അപ്പൊ ആകെ നമുക്ക് US-ലേക്കേ ഉള്ളൂ. ഇന്ത്യയിൽ എന്തില്ല, ക്വിക്ക് ബുക്സ് ഒന്നും ഇല്ല. അപ്പൊ ഈ ക്വിക്ക് ബുക്സ് ബാൻ ചെയ്തുകൊണ്ട് ഈ സോഹോ ബുക്സ് ഡെവലപ്പ് ചെയ്ത കമ്പനിക്കാര് അതൊരു മുതലാക്കി. എങ്ങനെയാണെന്നറിയോ? 2019-20 ഒക്കെ ആയപ്പോ COVID-19 വന്നു അല്ലെ? അപ്പൊ ആ പാൻഡമിക് വന്നതിന് ശേഷം പലവരും എന്താണ് വർക്ക് ഫ്രം ഹോം ഓപ്ഷൻസ് ആണ് യൂസ് ചെയ്യുന്നത് അല്ലെ? അപ്പൊ അങ്ങനെ വന്നപ്പോ അവരെന്ത് ചെയ്തു, ഈ ഒരു സോഫ്റ്റ്വെയറിലോട്ട് പതുക്കെ അഡാപ്റ്റ് ചെയ്തു. ഇത്രയും നാൾ ഒരു ഡെസ്ക്ടോപ്പ് സോഫ്റ്റ്വെയർസിലോട്ട് വന്നിരുന്നവര് ഇപ്പൊ പതുക്കെ എന്തിലോട്ട് മാറി, ഈ ഒരു സോഫ്റ്റ്വെയർ, ഏത് സോഫ്റ്റ്വെയർ, സോഹോ ബുക്സ് എന്ന് പറയുന്ന ഓൺലൈൻ സോഫ്റ്റ്വെയറിലോട്ട് മാറി. ഓക്കെ, അപ്പൊ ഇതാണ് ബേസിക്കലി സോഹോ ബുക്സിന് കുറച്ച് ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ. ബേസിക്കലി ഇതൊരു അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നേക്കാൾ ഉപരി ഒരു ഓൺലൈൻ സോഫ്റ്റ്വെയർ ആണെന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇന്ന് ജസ്റ്റ് നമുക്കൊന്ന് സോഹോ ബുക്സ് ചെറുതായിട്ടൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അത് കഴിഞ്ഞ് നമുക്ക് സോഹോ ബുക്സിന് ഒരു ഇന്റർഫേസും കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞിട്ട് ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അതിനുശേഷം നമുക്കൊരു കേസ് സ്റ്റഡി ഷെയർ ചെയ്യുന്നതായിരിക്കും. ആ കേസ് സ്റ്റഡി കൂടെ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുക. അതാണ് ഇന്ന് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, ഇനി ഈ കോഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബേസിക്കലി ഒരു 14 ദിവസത്തെ കോഴ്സാണ്. ഏകദേശം പറയുകയാണെങ്കിൽ ഒരു 3.5 ആഴ്ചത്തെ കോഴ്സ് ആയിരിക്കും ഈ സോഹോ ബുക്സിന് ഉണ്ടാവുന്നത്. അതിൽ കുറച്ച് ഒരു 8 ദിവസത്തെ എങ്കിലും എന്താ പറയാ നിങ്ങൾക്ക് ക്ലാസ് ആയിരിക്കും, നോർമൽ ക്ലാസ് ആയിട്ട് പോകും. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് പിന്നീട് കേസ് സ്റ്റഡി വർക്ക് ചെയ്യാനുണ്ടാവും. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ബാക്കി ഒരു 6 ദിവസങ്ങൾ നിങ്ങൾക്ക് ഫുൾ കേസ് സ്റ്റഡി ആയിരിക്കും. നിങ്ങൾ ഓൾറെഡി ടാലി ചെയ്തവർക്ക് അറിയാമായിരിക്കും എങ്ങനെയാ നമ്മൾ ആദ്യം കുറച്ച് ക്ലാസ് എടുത്തിട്ട് പിന്നെ കേസ് സ്റ്റഡി ചെയ്യും അല്ലെ? അതേപോലെ തന്നെ ഇവിടെയും അതേ സെയിം ഫോമുല തന്നെയാണ്. ആദ്യം നമ്മൾ ഒരു 8 ദിവസം ക്ലാസ് എടുക്കുന്നു, ബാക്കി 6 ദിവസം നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ആയിട്ട് കേസ് സ്റ്റഡി ചെയ്യുന്നു. ആ കേസ് സ്റ്റഡി കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റും കാര്യങ്ങളും കിട്ടുള്ളൂ. സോ മേക്ക് ഷുവർ ദാറ്റ് നിങ്ങൾ ആ സർട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ടെങ്കിലും അറ്റ്ലീസ്റ്റ് നിങ്ങൾ ആ ഒരു കേസ് സ്റ്റഡി മൊത്തത്തിൽ കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, ക്ലിയർ അല്ലേ? കോഴ്സിനെ കുറിച്ച് പറഞ്ഞത് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടോ? ഇല്ല. ഓക്കെ, ഒന്ന് റെസ്പോണ്ട് ഒക്കെ ചെയ്യാം കേട്ടോ. ജസ്റ്റ് ഒന്ന് തംസപ്പ് ഇടേ അങ്ങനെ നിങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു ബെറ്റർ. ഓക്കെ, കാരണം എടുക്കുന്ന ഫാക്കൽറ്റി കുറച്ചും കൂടെ ഇന്ററാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരമാണ്. ഓക്കെ, സ്റ്റെൽവിൻ ഹാൻഡ് റൈസ് ചെയ്യണമെന്നില്ല. ഹാൻഡ് റൈസ് ചെയ്യുന്ന നമ്മൾ ഡൗട്ട് ചോദിക്കാനാണ്. ജസ്റ്റ് ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യണം. ഓക്കെ ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് സോഹോ ബുക്സ് ചെറുതായിട്ടൊന്ന് അതിന് കുറച്ച് തിയററ്റിക്കൽ കോൺസെപ്റ്റ്സ് നമുക്കൊന്ന് പോവാം. ദെൻ ആഫ്റ്റർ ദാറ്റ് വിൽ മൂവ് ഓൺ ടു ദ സോഫ്റ്റ്വെയർ. ഓക്കെ, ഞാനൊന്ന് സ്ക്രീൻ ഷെയർ ചെയ്യാം. എല്ലാവരും ശ്രദ്ധിക്കുക. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും വരികയാണെങ്കിൽ ഇപ്പൊ സ്റ്റെൽവിൻ ചെയ്ത പോലെ ഹാൻഡ് റൈസ് ചെയ്താൽ മതി.
ഞാൻ ജസ്റ്റ് അത് പറഞ്ഞുതരാം. ഓക്കെ, നിങ്ങൾക്ക് 10 പ്രാവശ്യം ഒരു കാര്യം ചോദിക്കണമെന്നുണ്ടെങ്കിലും ഞാനത് പറഞ്ഞാൽ റെഡിയാണ്, ഒരു കുഴപ്പമില്ലവേ. ഇപ്പൊ സോഹോ ബുക്സ് പറയണേക്കുമ്പോ നമ്മൾ അക്കൗണ്ടിങ് എത്രത്തോളം വളർന്നു നോക്കിയാലോ. ആദ്യം നിങ്ങൾ +1 +2 പഠിച്ചപ്പോ നിങ്ങൾ എന്താ പഠിച്ചത്? മാനുവൽ അക്കൗണ്ടിങ് ആയിരുന്നു അല്ലെ. വേറെ നിങ്ങൾ എന്ത് ചെയ്യും? എല്ലാം നിങ്ങൾ എഴുതുകയായിരുന്നു ചെയ്യുന്നത്. ഒരു ബുക്സിൽ എന്ത് ചെയ്യുമായിരുന്നു? എഴുതുമായിരുന്നു. ലെഡ്ജർ എന്നൊക്കെ പറഞ്ഞ ഒരു വലിയൊരു പുസ്തകത്തിനകത്തൊക്കെ ഇതൊക്കെ എഴുതുമായിരുന്നു അല്ലെ. പിന്നെ അത് പതുക്കെ മാറി കമ്പ്യൂട്ടേഴ്സ് വന്നതിന് ശേഷം എന്തിലോട്ട് മാറി? കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിലോട്ട് മാറി. എന്ന് പറയുമ്പോഴേക്കും ഏറ്റവും വലിയ എക്സാമ്പിൾ അറിയാം ടാലി അല്ലെ. ടാലി സോഫ്റ്റ്വെയർ ആണ്. ടാലി പ്രൈം ഒക്കെ എന്താണ്? ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ആണ് അല്ലെ. നമുക്കൊരു കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ ആ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ആ ലാപ്ടോപ്പിനകത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ പറഞ്ഞ സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് അതിനകത്ത് നിങ്ങൾക്ക് അക്കൗണ്ട്സും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാം. പിന്നെ അറൌണ്ട് COVID-19 ഒക്കെ വന്നതിന് ശേഷം വർക്ക് ഫ്രം ഹോം ഓപ്പർച്യൂണിറ്റീസ് കൂടിയപ്പോ എന്തിലോട്ട് മാറി? ക്ലൗഡ് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറിലോട്ട് മാറി. അതായത് ഓൺലൈൻ സോഫ്റ്റ്വെയർസിലോട്ട് മാറിയിട്ടുണ്ട്. അതിനൊരു എക്സാമ്പിൾ ആണ് സോഹോ ബുക്സ്. അതാണ് നിങ്ങളിപ്പോ പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് പലർക്കും ഡൗട്ട് ഉണ്ടാവും, ഈ ക്ലൗഡ് അക്കൗണ്ടിങ് ഡെസ്ക്ടോപ്പ് അക്കൗണ്ടിങ് നമ്മൾ വ്യത്യാസം എന്താ? വ്യത്യാസം ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് ഓഫ് ഓൾ അതിന്റെ ആക്സസിബിലിറ്റിയിലാണ് വ്യത്യാസം. എന്താ? നിങ്ങൾക്ക് ഒരു ക്ലൗഡ് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ആക്സസ് ചെയ്യാൻ ആകെ വേണ്ട എന്താ? ഒരു ഇന്റർനെറ്റ് കണക്ഷനും അത് സപ്പോർട്ട് ചെയ്യുന്ന ഒരു PCയും ബ്രൗസറും. ഇത് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സുഖമായിട്ട് നിങ്ങൾക്ക് ഏത് ആപ്പിൽ വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഈ സോഫ്റ്റ്വെയർ ആക്സസ് ചെയ്യാൻ പറ്റും. ആകെ വേണ്ട എന്താ? ഒരു നല്ല പ്രോപ്പർ ഇന്റർനെറ്റ് കണക്ഷൻ ഉണ്ടായാൽ മതി. പക്ഷേ ഡെസ്ക്ടോപ്പ് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ അങ്ങനെയല്ല. ഒരു ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു ലൈസൻസ് ഒരു ലാപ്പിന് പർച്ചേസ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ സ്റ്റെൽവിൻ ഒരു കമ്പനി ഉണ്ട്. ആ കമ്പനിയിൽ 5 ലാപ്ടോപ്പ് ഉണ്ട്. ഈ 5 ലാപ്ടോപ്പിലും സോഫ്റ്റ്വെയർസ് വേണമെങ്കിൽ 5 ലൈസൻസ് എന്ത് ചെയ്യണം? സ്റ്റെൽവിൻ പർച്ചേസ് ചെയ്യേണ്ടതായിട്ട് വരും. ഒരു ലൈസൻസ് പറ്റത്തില്ല, 5 ലൈസൻസ് എന്ത് ചെയ്യേണ്ടി വരും? ഓരോ ഡെസ്ക്ടോപ്പിന് വീതം സ്റ്റെൽവിൻ പർച്ചേസ് ചെയ്യേണ്ടി വരും. അതാണ് ക്ലൗഡിനും ഡെസ്ക്ടോപ്പ് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറിലെ വ്യത്യാസം. ഇപ്പൊ ക്ലൗഡ് അക്കൗണ്ടിങ് ആണെങ്കിൽ എന്താ? സ്റ്റെൽവിന് 5 സിസ്റ്റം ഉണ്ടെങ്കിലും ഒറ്റ ലൈസൻസ് മതി. ഇന്റർനെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ സെറ്റ് ആണ്. അവൻ എന്ത് ചെയ്യാ? ആ ഒരൊറ്റ ലൈസൻസ് വെച്ചിട്ട് തന്നെ അവന് ഈ പറഞ്ഞ പോലെ എന്ത് ചെയ്യാൻ പറ്റും? എല്ലാം ഏത് സിസ്റ്റത്തിൽ വേണമെങ്കിലും ഓപ്പറേറ്റ് ചെയ്യാം. അത് കുഴപ്പമില്ലാത്ത കാര്യമാണ്. ഓക്കെ, അതാണ് ഫസ്റ്റ് ഡിഫറൻസ്, ആക്സസിബിലിറ്റി. ഓക്കെ, അടുത്ത വരുന്നതാണ് സെക്യൂരിറ്റി. സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ നമ്മൾ ഒരു ക്ലൗഡ് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ എടുക്കുകയാണെങ്കിൽ അവിടെ പ്രത്യേകിച്ച് ഒരു IT ഡിപ്പാർട്ട്മെന്റ് ആവശ്യമില്ല. ഓൾറെഡി സെക്യൂർഡ് ആയിരിക്കും. നമുക്ക് തന്നെ എന്ത് ചെയ്യാം? സ്വന്തമായിട്ട് യൂസർ ID പാസ്വേഡ് ഒക്കെ നമുക്ക് സ്വന്തമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ക്ലൗഡ് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറിന് മഹിമ. പക്ഷെ ഡെസ്ക്ടോപ്പ് സോഫ്റ്റ്വെയർ എങ്ങനെയാ? നമ്മൾ ഒരു സെപ്പറേറ്റ് IT ഡിപ്പാർട്ട്മെന്റ് ഒക്കെ വെച്ച് അവര് നമുക്ക് എന്ത് ചെയ്യണം? ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്ത് തരണം. അല്ലാണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? നമുക്ക് സ്വയം ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല. സോഹോ ബുക്സ് അങ്ങനെയല്ല. ഇപ്പൊ ഫോർ എക്സാമ്പിൾ അനീനയുടെ സോഹോ ബുക്സ് കാണണമെങ്കിൽ എന്ത് ചെയ്യണം? അനീനയുടെ പാസ്വേഡ് കൊടുക്കണം. എന്നാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അനീനയുടെ സോഹോ ബുക്സിൽ കയറാൻ പറ്റുള്ളൂ. സോ എന്ത് വേണം? ഒരു പാസ്വേഡ് ഇസ് എ മസ്റ്റ്. അതാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്. മൂന്നാമത്തെ എന്ന് പറയുന്നത് അപ്ഡേറ്റഡ് മെയിൻ്റനൻസ് ആണ്. അപ്ഡേറ്റഡ് മെയിൻ്റനൻസ് എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മൾ ക്ലൗഡ് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ എടുക്കുകയാണെങ്കിൽ എപ്പോഴും അപ്ഡേറ്റ്സ് ആയിരിക്കും. ഇപ്പൊ ഞാൻ ഇന്ന് ക്ലാസ് എടുക്കുമല്ലോ. ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ തന്നെ ചിലപ്പോൾ എന്ത് വരും? അപ്ഡേറ്റ്സ് വരാം. എപ്പോഴാണ് അപ്ഡേറ്റ് വരാന്നുള്ളത് അൺസർട്ടൈൻ ആണ്. എപ്പോ വേണമെങ്കിൽ നിങ്ങൾക്ക് അപ്ഡേറ്റ് വരാം. ഇന്നിപ്പോ ഞാൻ ഇത് പഠിപ്പിച്ചു, നാളെ ചിലപ്പോ പഠിപ്പിച്ച രീതിയിൽ വ്യത്യാസം ഉണ്ടാവും. കാരണം എന്താ? അപ്ഡേറ്റാ. അപ്പൊ അന്ന് പറയരുത് നിതിൽ സാർ അന്ന് അങ്ങനെ പഠിപ്പിച്ചു പക്ഷെ ഇന്ന് നോക്കുമ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയരുത്. കാരണം എന്താ? സോഹോ ബുക്സിൽ എപ്പോ വേണമെങ്കിലും ഇങ്ങനെ അപ്ഡേറ്റ്സ് വന്നുകൊണ്ടിരിക്കും. പിന്നെ ഇതിന്റെ മെയിൻ്റനൻസ് എക്സ്പെൻസ് വളരെ കുറവാണ്. നമുക്ക് അധികം മെയിൻ്റനൻസ് കോസ്റ്റ് വരില്ല. കാരണം എന്താ? നമ്മുടെ ലൈസൻസും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. സോ അതുകൊണ്ട് തന്നെ എന്താ? കമ്പാരിറ്റീവ്ലി ലോവർ കോസ്റ്റ് ആയിരിക്കും. പിന്നെ ഇവിടെ അപ്ഡേറ്റഡ് മെയിൻ്റനൻസിന്റെ കാര്യം, ഡെസ്ക്ടോപ്പ് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറിന്റെ കാര്യത്തിൽ വരികയാണെങ്കിൽ അവിടെ എന്താ? അപ്ഡേറ്റ്സ് ഒക്കെ വർഷാവർഷമായിരിക്കും ഉണ്ടാവുന്നത്. അപ്പൊ അതൊരു ഫിക്സഡ് ടൈം ഉണ്ട്. എന്താ? വർഷത്തിൽ ഒരിക്കൽ മാത്രമേ എന്ത് വരത്തുള്ളൂ? അപ്ഡേഷൻസ് വരത്തുള്ളൂ. അത് പിന്നെയും കുറച്ച് സമാധാനം. പക്ഷെ ക്ലൗഡ് അക്കൗണ്ടിങ്ങിൽ പിന്നെ ഒരു പ്രശ്നം എന്താ? ഇടക്കിടക്ക് അപ്ഡേറ്റ് വന്നുകൊണ്ടിരിക്കും. നമ്മൾ എന്ത് ചെയ്യണം? എപ്പോഴും അപ് ടു ഡേറ്റ് ആയിരിക്കേണ്ടതായിട്ട് വരും. അതാണ് മൂന്നാമത്തെ ഡിഫറൻസ്. നാലാമത്തത് ബാങ്കിങ് ആണ്. നിങ്ങൾ ഏതെങ്കിലും സോഫ്റ്റ്വെയറിൽ ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്യാൻ പറ്റുമോ? ബാങ്ക് അക്കൗണ്ട് എന്ന് വെച്ചാൽ ലെഡ്ജർ അല്ല, ബാങ്ക് അക്കൗണ്ട് ആയിട്ട് നിങ്ങൾക്ക് ലിങ്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇപ്പൊ ടാലിയിലൊക്കെ നിങ്ങൾ എങ്ങനെയാ ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്യാറുണ്ടോ? ഇല്ല. അതായത് ബാങ്കിൽ പൈസ കയറിയതും ബാങ്കിൽ നിന്ന് പൈസ പോയതൊക്കെ ഓട്ടോമാറ്റിക്കലി സോഫ്റ്റ്വെയറിൽ വരുമോ? ഇല്ല. നമ്മൾ വേണം മാനുവൽ എന്ത് ചെയ്യാൻ? സോഫ്റ്റ്വെയറിൽ അപ്ഡേറ്റ് ചെയ്യാം അല്ലെ. പൈസ പോയി പൈസ വന്നു എന്നൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യേണ്ടേ. അപ്പൊ ഡെസ്ക്ടോപ്പ് സോഫ്റ്റ്വെയർ പ്രശ്നം എന്താ? ഇത് പോസിബിൾ അല്ല. കാരണം എന്താ? ഇവിടെ നമ്മൾ വേണം മാനുവലി അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കാൻ അല്ലെ. ഇന്ന സംഭവം പൈസ കയറി അല്ലെങ്കിൽ പൈസ പോയി നമ്മൾ തന്നെ സ്വയം അപ്ഡേറ്റ് ചെയ്യണം. എന്നാൽ ക്ലൗഡ് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ അങ്ങനെയൊന്നും ഇല്ല. നമുക്ക് എന്ത് ചെയ്യാം?
ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ലിങ്ക് ചെയ്താലുള്ള ഗുണം എന്താ? ഓട്ടോമാറ്റിക്കലി അത് അപ്ഡേറ്റ് ആവും. എന്താ? പൈസ കയറി, അപ്പൊ എന്താവും? സോഫ്റ്റ്വെയറിൽ അപ്ഡേറ്റ് ആവും. പൈസ പോയി, അതും സോഫ്റ്റ്വെയറിൽ ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റ് ആവും. അതാണ് നാലാമത്തെ ഒരു വ്യത്യാസം. നമുക്ക് ആകെ ചെയ്യേണ്ട കാര്യം എന്താ? ബാങ്ക് അക്കൗണ്ട് ഒന്ന് ലിങ്ക് ചെയ്താൽ മാത്രം മതി. ബാക്കി കാര്യങ്ങൾ ഇവര് തന്നെ നോക്കിക്കോളും. ലാസ്റ്റ് എന്ന് പറയുന്നത് ഇതിന്റെ പ്രൈസ് ആണ്. എന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു സോഫ്റ്റ്വെയർ നമ്മൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അതിന് വേണ്ട പ്രൈസ്. ഈ ഡെസ്ക്ടോപ്പ് സോഫ്റ്റ്വെയറിനാണെങ്കിൽ നമ്മൾ ഓരോ വർഷം എന്ത് ചെയ്യണം? ലൈസൻസ് റിന്യൂ ചെയ്യണം. നമ്മൾ ഞാൻ ഓൾറെഡി പറഞ്ഞു, ടാലിയിൽ നമ്മൾ എങ്ങനെയാ ലൈസൻസ് പർച്ചേസ് ചെയ്യാണല്ലേ ചെയ്യുന്നത്. അപ്പൊ ഈ ലൈസൻസ് പർച്ചേസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ഓരോ കൊല്ലവും ഈ ലൈസൻസ് റിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കേണ്ടി വരും. എന്നാൽ ക്ലൗഡ് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ അങ്ങനെയല്ല. ഇവിടെ എങ്ങനെയാ? വർഷത്തിലുള്ള സബ്സ്ക്രിപ്ഷൻ ഉണ്ട്, മാസത്തിലുള്ള സബ്സ്ക്രിപ്ഷൻ ഉണ്ട്. നമ്മൾ നെറ്റ്ഫ്ലിക്സിലൊക്കെ എങ്ങനെയാ? മാസത്തിൽ നമ്മൾ സബ്സ്ക്രിപ്ഷൻ അടയ്ക്കാറുണ്ട്, വർഷത്തിൽ അടയ്ക്കാറുണ്ട്, അല്ലെങ്കിൽ 3 മാസം കൂടുമ്പോൾ അടയ്ക്കാറുണ്ട് അല്ലെ? സോ അങ്ങനെ മന്ത്ലി അല്ലെങ്കിൽ ആനുവൽ സബ്സ്ക്രിപ്ഷൻസ് എവിടെ അവൈലബിൾ ആണ്? ക്ലൗഡ് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ എന്ന് വെച്ചാൽ സോഹോ ബുക്സിന് സബ്സ്ക്രിപ്ഷൻ ഒന്നും ഇല്ലാന്നല്ല അർത്ഥം, ഉണ്ട്. പക്ഷെ അവര് മാസത്തിലോ അല്ലെങ്കിൽ വർഷത്തിലോ നിങ്ങളുടെ ആ ഒരു എന്താ പറയാ കൺവീനിയൻസ് അനുസരിച്ച് നിങ്ങൾക്ക് പേ ചെയ്യാം. ഓക്കെ, ഈ 5 ഡിഫറൻസും ക്ലിയർ ആണോ? എവിടെയെങ്കിലും ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്ന് പറയാവോ? ഓക്കെ ആണോ പറഞ്ഞത്? ഈ 2 സോഫ്റ്റ്വെയർ തമ്മിൽ വ്യത്യാസം, എസ്പെഷ്യലി സോഹോ സ്റ്റുഡൻസ് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളേ. ഓക്കെ അല്ലേ? ആതിര, അനു, നിഹാൽ ഓക്കെ ആണ്. നമുക്ക് സോഹോ ബുക്സ് ആരാ ഇൻട്രൊഡ്യൂസ് ചെയ്ത അതിനെ കുറിച്ച് നമുക്ക് നോക്കാം. സോഹോ ബുക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്ത കമ്പനി എന്നാണ് സോഹോ കോർപ്പറേഷൻ ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഏത് കമ്പനിയാണ്? സോഹോ കോർപ്പറേഷൻ. ഈ കമ്പനി എന്ന് പറഞ്ഞ ഒരു ഇന്ത്യൻ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് കമ്പനിയാണ്. അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് ചെന്നൈയിലാണ്. ആക്ച്വലി ചെന്നൈയിലുള്ള ഒരു കമ്പനിയാണ് സോഹോ കോർപ്പറേഷൻ എന്ന് പറയുന്നത്. അവരാണ് സോഹോ ബുക്സ് എന്ത് ചെയ്തത്? ഇൻട്രൊഡ്യൂസ് ചെയ്തത്. എപ്പോഴാണ് കണ്ടുപിടിച്ചത്? 1996 ഇവര് കണ്ടുപിടിച്ചത്. ഇവർ ഫോക്കസ് ചെയ്യുന്നത് വെബ് ബേസ്ഡ് ബിസിനസ് ടൂൾസ് ആണ്. എന്ന് പറയുമ്പോൾ എന്താ? അതായത് ഓൺലൈൻ ടൂൾസ് ഇല്ലേ? ഇപ്പൊ സോഹോ ബുക്സ് ഒരു അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ, അതുപോലെ ഇഷ്ടം പോലെ എന്തുണ്ട്? ഓൺലൈൻ സോഫ്റ്റ്വെയർസ് ഇവര് കൊണ്ടുവരുന്നുണ്ട്. ഇനി ഇതിന്റെ ഫൗണ്ടേഴ്സ് ആരൊക്കെയാണെന്ന് അറിയാവോ? സോഹോ കോർപ്പറേഷന്റെ ശ്രീധർ വെമ്പുവും ടോണി തോമസും ആണ് എന്ത്? സോഹോ കോർപ്പറേഷന്റെ ഫൗണ്ടേഴ്സ് എന്നാണ്. ഇവർ 2 പേരാണ് സോഹോ കോർപ്പറേഷൻ കണ്ടുപിടിച്ചത്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ജസ്റ്റ് നമുക്ക് സോഹോ ബുക്സ് എങ്ങനെ ആക്സ് ചെയ്യാൻ നോക്കാം. പലർക്കും ഡൗട്ട്, ഇപ്പൊ സോഹോ ബുക്സ് എടുത്ത സ്റ്റുഡൻസിനാണ് ഡൗട്ട് ഉണ്ടാവും, ഇത് സോഫ്റ്റ്വെയർ ആണെന്ന് കുറെ നേരമല്ലേ ഈ സാറ് പറയുന്നത്. അപ്പൊ വിചാരിക്കുന്നുണ്ടാവും നമ്മൾ ആദ്യം ഇത് ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും അല്ലേ? നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവുമല്ലോ ഇൻസ്റ്റാൾ ചെയ്യണമെന്ന്. ആക്ച്വലി നിങ്ങൾക്ക് അത് ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആസ് എ വെബ്സൈറ്റ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? സോഹോ ബുക്സ് ആക്സസ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ്? ഒരു വെബ്സൈറ്റ് ആയിട്ട് നിങ്ങൾക്ക് സോഹോ ബുക്സ് ഓപ്പൺ ചെയ്തെടുക്കാവുന്നതാണ്. യു ഡോണ്ട് നീഡ് ടു ഇൻസ്റ്റാൾ എനി സോഫ്റ്റ്വെയർ. ഒരു സോഫ്റ്റ്വെയർ എന്ത് ചെയ്യണ്ട? ഇൻസ്റ്റാൾ ചെയ്യണ്ട. അപ്പൊ അത് എങ്ങനെയാണ് ചെയ്യണേന്നൊന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ അതിന് നിങ്ങൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. ആദ്യം നിങ്ങൾ ഗൂഗിൾ ക്രോം എടുക്കുക. എന്തെടുക്കുക? ഗൂഗിൾ ക്രോം എടുക്കുക. ഞാൻ ഈ പറയുന്ന സ്റ്റെപ്പുകളൊക്കെ ഒന്ന് നോട്ട് ചെയ്യണേ. ആദ്യം നിങ്ങൾ ഗൂഗിൾ ക്രോം എടുക്കുന്നു. ഗൂഗിൾ ക്രോം എടുത്തതിന് ശേഷം അതിനകത്ത് സോഹോ ബുക്സ് എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്ത് ചെയ്യാ? ഗൂഗിൾ ക്രോം എടുക്കുക, അതിനകത്ത് സോഹോ ബുക്സ് എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ജസ്റ്റ് ഒന്ന് എൻ്റർ അടിക്കുന്നു. എൻ്റർ അടിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ താഴെ കാണാം ഓൺലൈൻ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ഫോർ ഇന്ത്യ സോഹോ ബുക്സ്, അല്ലെങ്കിൽ പവർഫുൾ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ഫോർ എ ബിസിനസ് എന്നൊക്കെ പറഞ്ഞ് കാണാം. ഇതിനകത്ത് ഈ ഫസ്റ്റ് കാണുന്ന ലിങ്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഫസ്റ്റ് കാണുന്ന ലിങ്ക് എന്ത് ചെയ്യുന്നു? ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ഓൺ ദ ലിങ്ക്. ലിങ്ക് ക്ലിക്ക് ചെയ്തതിന് ശേഷം അടുത്ത പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാല് സൈൻ ഇൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, സൈൻ അപ്പ് നൗ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. എന്തുണ്ട്? സൈൻ ഇന്നും സൈൻ അപ്പ് നൗ. ഓക്കെ, ഞാനപ്പോ എന്ത് ചെയ്യും? സൈൻ ഇൻ ചെയ്യും. പക്ഷെ അടുത്ത ചോദ്യം, എനിക്കൊരു അക്കൗണ്ട് ഉണ്ടോ സോഹോ ബുക്സിൽ? ഫസ്റ്റ് ഓഫ് ഓൾ ഇല്ലല്ലോ, എനിക്ക് സോഹോ ബുക്സിൽ അക്കൗണ്ട് ഇല്ലല്ലോ. അപ്പൊ ഞാൻ ആദ്യം അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യട്ടെ. അപ്പൊ ആദ്യം നമുക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പൊ ഹിബ ആദ്യമായിട്ടല്ലേ സോഹോ ബുക്സ് പഠിക്കുന്നത്. ഹിബക്ക് ഇതിക്ക് മുമ്പ് അക്കൗണ്ട് ഉണ്ടോ? സോഹോയിൽ യൂസ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഹിബ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് അല്ലേ? അപ്പൊ എന്ത് ചെയ്യും ഹിബ? ഫസ്റ്റ് തന്നെ ഇവിടെ നമ്മൾ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. എങ്ങനെ ക്രിയേറ്റ് ചെയ്യും? സൈൻ അപ്പ് നൗ എന്ന് പറഞ്ഞൊരു മുകളിലൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് എന്ത് ചെയ്യുന്നു? ഹിബ ആദ്യം തന്നെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. എന്ത് ചെയ്യും ഹിബ? ആദ്യം സൈൻ അപ്പ് നൗ കൊടുത്ത് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യും. ഓക്കെ,
അപ്പൊ സൈൻ അപ്പ് നൗ കൊടുത്തു. സൈൻ അപ്പ് നൗ കൊടുത്തതിന് ശേഷം ഇവിടെ ഹു ആർ യു സൈനിങ് അപ്പ് അസ് എന്ന് പറഞ്ഞ് കാണാം. അവിടെ നിങ്ങൾ ഇപ്പൊ കൊടുക്കേണ്ടത് ബിസിനസ് യൂസർ തന്നെ കൊടുക്കാം. ഓക്കെ, ബിസിനസ് യൂസർ തന്നെ കൊടുത്തോളൂ, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ കമ്പനിയുടെ പേര് കൊടുക്കുക. നിങ്ങൾ എന്തായാലും ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുമല്ലോ, അപ്പൊ ആ കമ്പനിയുടെ പേര് കൊടുക്കുക. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഹിബ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ് കമ്പനിയുടെ പേരെങ്കിൽ കമ്പനി എന്നുള്ളത് എന്ന് കൊടുക്കുക, ഹിബ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് കൊടുക്കുക. അത് കഴിഞ്ഞ് നിങ്ങളുടെ ഇമെയിൽ അഡ്രസ് ചോദിക്കും, നിങ്ങൾ ഇമെയിൽ അഡ്രസ് കൊടുക്കാം. hiba123@gmail.com എന്നാണ് മെയിലെങ്കിൽ hiba123@gmail.com എന്ന് കൊടുക്കാം. അത് കഴിഞ്ഞ് മൊബൈൽ നമ്പർ ചോദിക്കും, മൊബൈൽ നമ്പർ കൊടുക്കാം. നിങ്ങളുടെ മൊബൈൽ നമ്പർ തന്നെ കൊടുക്കണം കേട്ടോ. അപ്പൊ ഇവിടെ ഇമെയിൽ ഐ ഡി കൊടുക്കേണ്ടത് നിങ്ങളുടെ മെയിൽ ഐ ഡി തന്നെയാണ്. നിങ്ങളുടെ പേഴ്സണൽ മെയിൽ ഐ ഡി ഇപ്പൊ തൽക്കാലം കൊടുക്കാം. മൊബൈൽ നമ്പറും നിങ്ങളുടെ മൊബൈൽ നമ്പർ തന്നെ കൊടുക്കാം. കാരണം ഒ ടി പിയും കാര്യങ്ങളൊക്കെ വരുവേ, അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ ശരിക്കുള്ള മെയിലും ശരിക്കുള്ള മൊബൈൽ നമ്പർ തന്നെ കൊടുക്കാവൂ. പിന്നെ പാസ്വേഡ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, നമുക്ക് സ്വന്തമായിട്ട് എന്ത് ചെയ്യാം, പാസ്വേഡ് സെറ്റ് ചെയ്യാം അല്ലെ. അപ്പൊ ഹിബക്ക് ഇഷ്ടപ്പെട്ട ഒരു പാസ്വേഡ് ഹിബക്ക് സെറ്റ് ചെയ്യാം. ശ്രദ്ധിക്കണം, അത് നല്ലൊരു സ്ട്രോങ് പാസ്വേഡ് ആയിരിക്കണം. 1234567 ഒന്നും അടിക്കരുത്, നല്ല സ്ട്രോങ് പാസ്വേഡ് തന്നെ കൊടുക്കാം. എന്നിട്ട് അത് എവിടെയെങ്കിലും നോട്ടും കൂടെ ചെയ്ത് വെക്കണേ ഈ പാസ്വേഡ്. കാരണം എക്സാം ഒക്കെ വരും, എക്സാം വരുന്ന സമയത്ത് ഈ പാസ്വേഡ് ഒക്കെ നമുക്ക് വേണ്ടി വരും. സോ അതുകൊണ്ട് ഈ പാസ്വേഡ് എവിടെയെങ്കിലും ഒന്ന് നോട്ട് ചെയ്തും കൂടെ വെക്കണേ. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ നിങ്ങളുടെ കൺട്രി സെലക്ട് ചെയ്യുക, പിന്നെ സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക. കൺട്രി എന്താ, ഇന്ത്യ ആണ്. സ്റ്റേറ്റ് എന്ന് പറയുന്നത് കേരളയാണ്. അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് പിന്നെ ഐ അഗ്രി ടു ദി ടേംസ് ഓഫ് സർവീസ് ആൻഡ് പ്രൈവസി പോളിസി അത് ടിക്ക് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് ക്രിയേറ്റ് മൈ അക്കൗണ്ട് കൊടുക്കുക. ഓക്കെ, പിന്നെ ക്രിയേറ്റ് മൈ അക്കൗണ്ട് കൊടുത്തതിന് ശേഷം ഹിബക്ക് ഒരു ഒ ടി പി വരും. ഹിബയാണല്ലോ ഇപ്പൊ ചെയ്യുന്നത്. ഹിബക്ക് എന്ത് വരും, ഒരു ഒ ടി പി വരും. ആ ഒ ടി പി എന്ത് ചെയ്ത് കൊടുക്കുക, ഹിബ അടിച്ചു കൊടുക്കുക. എവിടെയായിരിക്കും ഒ ടി പി വരാ, മൊബൈൽ നമ്പറിലോട്ടായിരിക്കും ഒ ടി പി വരുന്നത്. മേക്ക് ഷുവർ ദാറ്റ് ആ സിം ആക്റ്റീവ് ആയിരിക്കും എന്നുള്ള കാര്യം ഒന്ന് ഉറപ്പാക്കുക. ആക്റ്റീവ് അല്ലെങ്കിൽ എന്ത് ചെയ്യണം, വേറെ നമ്പർ കൊടുക്കേണ്ടി വരും. സോ ആ നമ്പർ കൊടുക്കുമ്പോൾ ഒ ടി പി വരുന്നതാണെന്ന് കൂടെ മനസ്സിലാക്കണം. ഒ ടി പി വരാൻ പറ്റുന്ന രീതിയിൽ സെറ്റ് ആക്കി വെക്കാം. ആ ഒ ടി പി അടിച്ച് പിന്നെ സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്യുമ്പോൾ എന്താവും, നിങ്ങൾക്ക് ഒരു അക്കൗണ്ട് അവിടെ ക്രിയേറ്റ് ആവും. ഓക്കെ, ഒരു കാര്യം ചെയ്യാവോ, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് ഏതേലും ഒരാൾ എനിക്കൊന്ന് ചെയ്ത് കാണിക്കോ. കാരണം എനിക്ക് അത് കഴിഞ്ഞ് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. സോ എനിക്ക് ആര് ചെയ്തു തരും, ആരാ ലാപ്പ് യൂസ് ചെയ്യുന്നത് കറന്റ്? ആരെങ്കിലും ഇപ്പൊ ലാപ്പ് യൂസ് ചെയ്യുന്നുണ്ടോ മീറ്റില്? ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷെ ഞാൻ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തതാണ് അക്കൗണ്ട്. ക്രിയേറ്റ് ചെയ്തതാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കാര്യമില്ല, കുഴപ്പമില്ല. അനീന ലാപ്പാണല്ലേ. ഒന്ന് എനിക്ക് സ്ക്രീൻ ഷെയർ ചെയ്തൊന്ന് ഈ പറഞ്ഞ സ്റ്റെപ്പ് ഒക്കെ ഒന്ന് ചെയ്യോ. എനിക്കൊന്ന് വേറെ കുറച്ച് കാര്യങ്ങൾ കൂടെ പറയാനുണ്ട്, അതുകൊണ്ടാണേ. ഒന്ന് ചെയ്ത് കാണിക്കോ. ഓക്കെ, അപ്പൊ അനീന ഒന്ന് ചെയ്ത് കാണിക്കും. ഒന്ന് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിരിക്കാം. അപ്പൊ അനീന എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നോ അതേപോലെ തന്നെ നിങ്ങളും ചെയ്യാം. പേടിക്കേണ്ട, അനീനയുടെ ഒ ടി പിയും കാര്യങ്ങളൊന്നും ഇവിടെ കാണത്തില്ല. സോ ധൈര്യമായിട്ട് ചെയ്തു. ഓക്കെ ഓക്കെ, അപ്പൊ അനീന ഒന്ന് ഷെയർ ചെയ്ത് കാണിക്കും. നിങ്ങൾ നോട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇപ്പൊ നോട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഓക്കെ, ചെയ്തോളൂ അനീന ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളേ. നോക്കോളൂ കേട്ടോ. ആള് ചെയ്യുന്ന അതേപോലെ തന്നെ നോട്ട് ചെയ്തെടുക്കാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ. ഓക്കെ, സർ കമ്പനി നെയിം എന്താ കൊടുക്കണ്ടേ? കമ്പനി നിനക്ക് ഇഷ്ടമുള്ള പേര് കൊടുത്തോളാം.
8 ക്യാരക്ടേഴ്സ് വേണേ പാസ്വേഡ്. അപ്പൊ അതനുസരിച്ചൊന്ന് സെറ്റ് ചെയ്താൽ മതിയെ. പാസ്വേഡ് പറയണ്ട, സെറ്റ് ചെയ്തോ. അത് മാറ്റണ്ട, അതാണ് അങ്ങനെ നോട്ടെ. നീ ഐ അഗ്രി ടു ദ ടേംസ് ആൻഡ് കണ്ടീഷൻസ് കൊടുത്തു. എന്നിട്ട് ക്രിയേറ്റ് മൈ അക്കൗണ്ട്. പിന്നെ അനീനയുടെ മൊബൈലിലോട്ട് ഒരു OTP വരും. ആ OTP നോക്കിയിട്ട് അടിച്ചു കൊടുക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ ഇതിനകത്ത് നിങ്ങളിപ്പോ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് പരിപാടി എന്താന്ന് വെച്ചാല്, നിങ്ങൾ ഓൾറെഡി ഒരു കമ്പനി പേര് കൊടുത്തില്ലായിരുന്നോ? ഇപ്പൊ അനീന കൊടുത്തിരിക്കുക അനീന പ്രൈവറ്റ് എന്നാണ് അല്ലെ. അപ്പൊ ആ പേര് കൊടുത്തതിന് ശേഷം തൊട്ട് താഴെ തന്നെ ഇൻഡസ്ട്രി ചോദിക്കും, കണ്ടില്ലേ? അവിടെ ഇൻഡസ്ട്രി എന്നുള്ളിടത്ത് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത് റീറ്റെയിൽ, ഇ കൊമേഴ്സ് ആൻഡ് ഓഫ്ലൈൻ സെലക്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ അനീന. റീറ്റെയിൽ ടൈപ്പ് ചെയ്ത് കൊടുത്തേ. ഫസ്റ്റ് റീറ്റെയിൽ ടൈപ്പ് ചെയ്യൂ. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് സ്റ്റേറ്റ് ഓർ യൂണിയൻ ടെറിട്ടറി, അവിടെ കേരള സെലക്ട് ചെയ്ത് കൊടുക്കാം. നമ്മൾ കേരള അല്ലേ, സോ അതുകൊണ്ട് കേരള സെലക്ട് ചെയ്യണേ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് കൊടുക്കും. അത് കഴിഞ്ഞ് ആഡ് ഓർഗനൈസേഷൻ അഡ്രസ് എന്ന് പറഞ്ഞ് കാണാൻ പറ്റും. അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു പ്ലസ് സൈൻ കാണാം. ആ പ്ലസ് സൈൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓർഗനൈസേഷൻ അഡ്രസ്സും കാര്യങ്ങളും കൊടുക്കാം. തൽക്കാലം ഞാൻ കൊടുക്കുന്നില്ല, അത് ഞാൻ വേറെ ദിവസത്തേക്ക് ഞാൻ പ്ലാൻ ചെയ്യാം. തൽക്കാലം കൊടുക്കണ്ട കേട്ടോ. പിന്നെ താഴെ കാണാൻ പറ്റും ഇസ് ദിസ് ബിസിനസ് രജിസ്റ്റേർഡ് ഫോർ GST. കണ്ടില്ലേ? അതായത് നമുക്കറിയാം, നമുക്ക് മെയിൻലി 2 തരം ആൾക്കാരുണ്ട് അല്ലെ. ഒന്ന് GST രജിസ്റ്റേർഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, GST രജിസ്റ്റേർഡ് അല്ലാത്ത ആൾക്കാരുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, രജിസ്റ്റേർഡ് ആണെങ്കിൽ ജസ്റ്റ് ആ നോ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് യെസ് ആക്കി കളയാം. അല്ലാത്ത പക്ഷം നിങ്ങൾ എന്ത് ചെയ്യുക, നോ കൊടുക്കുക. അപ്പൊ തൽക്കാലം ഞാൻ നോയാണ് കൊടുക്കുന്നത്. അതും ഞാൻ പിന്നീട് പറഞ്ഞുതരാം എങ്ങനെയാണ് ആഡ് ഓൺ ചെയ്യുന്നത്. ജസ്റ്റ് യെസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെയും അവിടെ എന്ത് കാണാൻ പറ്റും, GST നമ്പർ കൊടുക്കണേ. ജസ്റ്റ് ഒന്ന് അതിൽ നിന്ന് കാണിച്ചു കൊടുത്തേ, യെസ് കൊടുത്താതെയും. കണ്ടില്ലേ, എന്റർ യുവർ GSTIN എന്ന് പറഞ്ഞ് കാണാം. അത് അവിടെ എന്ത് ചെയ്ത് കൊടുത്താൽ മതി, നിങ്ങളുടെ GST നമ്പർ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് എന്ത് ചെയ്യുക, ഗെറ്റ് സ്റ്റാർട്ടഡ് കൊടുത്തു കഴിഞ്ഞാൽ സെറ്റ് ആയി. ഇപ്പം തൽക്കാലം നോ കൊടുത്തിട്ട് ഗെറ്റ് സ്റ്റാർട്ടഡ് കൊടുക്കും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അക്കൗണ്ടും കമ്പനിയും ഒരുമിച്ച് ക്രിയേറ്റ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ എല്ലാവർക്കും? എങ്ങനെയാണ് നമ്മൾ അക്കൗണ്ടും കമ്പനിയും ക്രിയേറ്റ് ചെയ്യുന്നത് മനസ്സിലായില്ലേ? ഇനി എന്നിട്ട് ഇപ്പൊ തൽക്കാലം ഇത് നോ താങ്ക്സ്, ഐ വിൽ എക്സ്പ്ലോർ ഇട്ട് കൊടുക്കുക. എന്നിട്ട് മറ്റേതൊക്കെ ഒന്ന് പോപ്പപ്പ് ക്ലോസ് ചെയ്തോ കേട്ടോ. ഓക്കെ, അപ്പൊ ഇതാണ് ഇപ്പൊ നിങ്ങൾ കാണുന്ന എന്ത് സോഹോ ബുക്സ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് സോഹോ ബുക്സിന്റെ ഒരു ഇന്റർഫേസ് എന്ന് പറഞ്ഞാൽ ഡാഷ്ബോർഡ് ആണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത്. ക്ലിയർ അല്ലേ എല്ലാവർക്കും? എങ്ങനെയാണ് നമ്മളിപ്പോ സോഹോ ബുക്സ് ഓപ്പൺ ചെയ്യുന്നത് മനസ്സിലായില്ലേ? അക്കൗണ്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്തു? ഓക്കെ, അപ്പൊ താങ്ക് യു അനീന, താങ്ക് യു സോ മച്ച് ഫോർ ഷെയറിംഗ് ദ സ്ക്രീൻ. ഇനി ഞാൻ ബാക്കി അങ്ങോട്ടേ കണ്ടിന്യൂ ചെയ്യാം. താങ്ക് യു. ഓക്കെ, സോ അനീന ഷെയർ ചെയ്ത് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഞാൻ ഇപ്പൊ അനീനയുടെ ആ കമ്പനി അതുപോലെ തന്നെ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ലെറ്റ്സ് സീ. എന്റെ അക്കൗണ്ടിൽ തന്നെ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ എല്ലാവർക്കും ഒന്ന് കാണിച്ചു തരാം, എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മളിപ്പോ ക്രിയേറ്റ് ചെയ്ത അനീന പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനി. ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ പറയാറുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് ഇവിടെ ലെഫ്റ്റ് സൈഡിനകത്ത് കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് അല്ലെ. ഹോം, ഐറ്റം, സെയിൽസ്, പർച്ചേസ് ആണ് എഴുതിയിട്ടില്ലേ ലെഫ്റ്റ് സൈഡില്. ഈ ലെഫ്റ്റ് സൈഡ് എഴുതിയിട്ടുള്ള നമ്മൾ വിളിക്കുന്നതാണ് മൊഡ്യൂൾസ് എന്ന് പറയുന്നത്. എന്തിനാ അതിനെ വിളിക്കുന്നത്? മൊഡ്യൂൾസ്. ഓക്കെ, നമുക്ക് കുറെ മൊഡ്യൂൾസ് ഉണ്ട്. ഐറ്റം മൊഡ്യൂൾ ഉണ്ട്, സെയിൽസ് മൊഡ്യൂൾ ഉണ്ട്, പർച്ചേസ് മൊഡ്യൂൾ ഉണ്ട്, ബാങ്കിങ് മൊഡ്യൂൾ ഉണ്ട്, റിപ്പോർട്ട് മൊഡ്യൂൾ ഉണ്ട്, അക്കൗണ്ട് മൊഡ്യൂൾ ആണ്. കുറെ മൊഡ്യൂൾസ് നമുക്ക് അവൈലബിൾ ആണ്. ഇത് നമ്മൾ വിളിക്കുന്ന എന്താണ്? മൊഡ്യൂൾസ് എന്നാണ് വിളിക്കുക. ഓക്കെ, പിന്നെ മുകളിൽ നിങ്ങൾക്ക് ഒരു ടൈമിന്റെ ചിഹ്നം കാണാലോ. ഇതിനെ വിളിക്കുന്നതാണ് റീസെന്റ് ആക്ടിവിറ്റീസ് എന്ന് വിളിക്കും. എന്താ വിളിക്കാം? റീസെന്റ് ആക്ടിവിറ്റീസ്. ഇപ്പൊ നമ്മൾ ക്രോമിലാണെങ്കിൽ നമ്മൾ റീസെന്റ് ആയിട്ട് എന്തൊക്കെയാ സെർച്ച് ചെയ്ത് അത് കാണാൻ പറ്റുമല്ലോ. അതേപോലെ
സോഹോ ബുക്സിൽ നമ്മൾ റീസെന്റ് ആയിട്ട് എന്തൊക്കെ ചെയ്തു? ഇപ്പൊ എക്സാമ്പിൾ, ഇപ്പൊ അനീന ഒരു എന്ത് ചെയ്തു, വെണ്ടറിനെ ക്രിയേറ്റ് ചെയ്തു. അനീന എന്ത് ചെയ്തു, ഒരു പർച്ചേസ് ട്രാൻസാക്ഷൻ ഇട്ടു. അതൊക്കെ ഇവിടെ കാണാം, റീസെന്റ് ആക്ടിവിറ്റീസിൽ കാണാൻ പറ്റും. അനീന റീസെന്റ് ആയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു. അടുത്തത് നമുക്ക് സെർച്ച് ചെയ്യാനുള്ളതാണ്. ഇവിടെ നിങ്ങൾക്ക് സെർച്ച് ഓപ്ഷൻ കാണാലോ. ഇവിടെ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം. എന്തൊക്കെ സെർച്ച് ചെയ്യാം? നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ സ്റ്റോക്ക് ഐറ്റം സെർച്ച് ചെയ്യാം, ഒരു പർട്ടിക്കുലർ വെണ്ടർ. ഫോർ എക്സാമ്പിൾ ആതിര എന്ന് പറഞ്ഞ വെണ്ടർ ഉണ്ട്, അപ്പൊ ആതിര എന്ന് പറഞ്ഞ വെണ്ടറിനെ സെർച്ച് ചെയ്യുക. അല്ലെങ്കിൽ അനു എന്ന് പറഞ്ഞ ഒരു കസ്റ്റമർ ഉണ്ട്, അപ്പൊ അനു എന്ന് പറഞ്ഞ കസ്റ്റമറിനെ സെർച്ച് ചെയ്യുക. അപ്പൊ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ സെർച്ച് ഐക്കണിൽ പറ്റും. ഇവിടെ നിന്ന് കാണാം സെർച്ച് ഇൻ കസ്റ്റമേഴ്സ് ആണ്. അപ്പൊ നമുക്ക് കസ്റ്റമർ മാത്രം സെർച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് വെണ്ടറിനെ സെർച്ച് ചെയ്യണമെന്ന് വെച്ചോ, ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്ത് എന്ത് ചെയ്താൽ മതി, വെണ്ടേഴ്സ് കൊടുത്താൽ മതി. കണ്ടില്ലേ? ആ വെണ്ടേഴ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാ, വെണ്ടറിനെ സെർച്ച് ചെയ്യാം. ഐറ്റംസ് ആണ് സെർച്ച് ചെയ്യണമെങ്കിൽ ഐറ്റം സെർച്ച് ചെയ്യാം. അപ്പൊ ഏതാണ് നിങ്ങൾക്ക് സെർച്ച് ചെയ്യേണ്ടത് അത് നിങ്ങൾക്ക് അവിടെ നിന്ന് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. സോഹോ ബുക്സിന് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. എന്താണെന്നറിയോ? നമ്മളിപ്പോ ക്രിയേറ്റ് ചെയ്ത കമ്പനി, ശ്രദ്ധിക്കാം, നമ്മളിപ്പോ ക്രിയേറ്റ് ചെയ്ത കമ്പനി, ഏത് കമ്പനി? അനീന പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി നിലവിൽ 14 ദിവസം വരെ എന്തുണ്ടാവുള്ളൂ? അതിന്റെ കാലാവധി ഉണ്ടാവുള്ളൂ. എത്ര വരെ കാലാവധി ഉണ്ടാവുള്ളൂ? 14 ദിവസം വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാം. അപ്പൊ ചോദിക്കും, സാർ 14 ദിവസം കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അക്കൗണ്ട് ഡിലീറ്റ് ആവും? ഇല്ല. 14 ദിവസം കഴിഞ്ഞാൽ അനീന പ്രൈവറ്റ് ലിമിറ്റഡ് അവിടെ തന്നെ ഉണ്ടാവും. എന്ത് ചെയ്യണം? സബ്സ്ക്രൈബ് ചെയ്യേണ്ടി വരും. എന്ത് ചെയ്യേണ്ടി വരും? സബ്സ്ക്രൈബ് മീൻസ് എന്താ ഉദ്ദേശിക്കണ? സബ്സ്ക്രിപ്ഷൻ എമൗണ്ട് പേ ചെയ്യേണ്ടി വരും. ഓക്കെ, ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, യുവർ പ്രീമിയം ട്രയൽ പ്ലാൻ എൻഡ്സ് ഇൻ 14 days. കറക്റ്റ് 14 ദിവസം കഴിയുമ്പോ ഈ പ്ലാൻ അവിടെ തീരും. അപ്പൊ എന്ത് ചെയ്യണം? അനീന സബ്സ്ക്രൈബ് ചെയ്യേണ്ടി വരും. ഇപ്പഴത്തെ ഒരു സബ്സ്ക്രൈബ് ഓപ്ഷൻ കണ്ടില്ലേ? ആ സബ്സ്ക്രൈബ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാല് അനീനക്ക് എന്ത് ചെയ്യാം? അപ്ഗ്രേഡ് പ്ലാൻ കൊടുക്കാം. അപ്ഗ്രേഡ് പ്ലാൻ കൊടുത്തതിന് ശേഷം അനീനക്ക് ഇഷ്ടം പോലെ സബ്സ്ക്രിപ്ഷൻ പ്ലാനുകൾ കാണാൻ പറ്റും. കണ്ടില്ലേ? ഇത്രയും പ്ലാനുകൾ അവൈലബിൾ ആണ്. അപ്പൊ അതിൽ അനീനക്ക് ഏത് പ്ലാൻ ആണോ വേണ്ടത് അത് അനീനക്ക് അതനുസരിച്ച് അപ്ഗ്രേഡ് ചെയ്യാം ആഫ്റ്റർ 14 days. പക്ഷെ നിങ്ങളിപ്പോ പഠിക്കുന്നതായതുകൊണ്ട് തന്നെ ഇതിന്റെ ഇപ്പൊ ആവശ്യമില്ല. കറക്റ്റ് 14 ദിവസത്തിനുള്ളിൽ തന്നെ നമ്മുടെ കോഴ്സ് തീരും. സോ അതുകൊണ്ട് ഈ ഒരു സമയം നമുക്ക് നിലവിൽ ആവശ്യമില്ല. ഓക്കെ, നമ്മളിപ്പോ ഫ്രീ ആയിട്ട് തന്നെ ചെയ്തു പോവാം. അപ്പൊ ടാലിയിലൊക്കെ പ്രശ്നം എന്താ? ഫ്രീ ആവുമ്പോൾ പിന്നെ നമുക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല അല്ലെ? പക്ഷെ സോഹോയിൽ അങ്ങനെയല്ല. ഫ്രീ വേർഷൻ നമുക്ക് കുറെ എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാം. ഒരു നോർമൽ സോഫ്റ്റ്വെയർ എങ്ങനെ ചെയ്യുന്നോ അതേപോലെ ഫ്രീ പ്ലാനിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. 14 ദിവസം നിങ്ങൾക്ക് ട്രയൽ പ്ലാൻ ഉണ്ട്. 14 ദിവസം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്തത് നിങ്ങൾക്ക് ഇവിടെ കമ്പനി കാണാൻ പറ്റും, അനീന പ്രൈവറ്റ് ലിമിറ്റഡ്. ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്യാം. ജസ്റ്റ് എന്ത് ചെയ്യാം? അനീന പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ പേര് കാണാൻ പറ്റും. ഓക്കെ, ആ പേര് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് എന്ത് കാണാം? നമ്മൾ ക്രിയേറ്റ് ചെയ്ത എല്ലാ കമ്പനീസ് കാണാം. ഞാൻ ഓൾറെഡി കുറെ കമ്പനീസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ? പെൻഡ ഹാർഡ്വെയർസ്, ലൂമിനെക്സ്, ഗ്ലോബൽ ടെക്സ്റ്റൈൽസ് ആണ് കുറെ കമ്പനി ഞാൻ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തു. അത് കൂടാണ്ട് ഒരു കമ്പനിയാണ് ഞാൻ ഇപ്പൊ ക്രിയേറ്റ് ചെയ്തത്, അനീന പ്രൈവറ്റ് ലിമിറ്റഡ്. അപ്പൊ ചോദിക്കും, സാർ നമുക്ക് ഒന്നിൽ കൂടുതൽ കമ്പനി എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം? അല്ലെ, നല്ല ചോദ്യമല്ലേ? എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും? ഒരു അക്കൗണ്ടിൽ തന്നെ ക്രിയേറ്റ് ചെയ്യാം. ക്രിയേറ്റ് ചെയ്യാൻ ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് ആ പേരിൽ ക്ലിക്ക് ചെയ്തിട്ട് മാനേജ് കൊടുക്കാം. ഞാൻ നേരത്തെ ചെയ്ത പോലെ പേരിൽ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് മാനേജ് കൊടുക്കാം. മാനേജ് കൊടുക്കും. മാനേജ് കൊടുത്തതിന് ശേഷം അവിടെ നിങ്ങൾക്ക് ന്യൂ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞ് കാണാൻ പറ്റും. കണ്ടില്ലേ? പ്ലസ് ന്യൂ ഓർഗനൈസേഷൻ, അത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് ക്ലോൺ സെറ്റിംഗ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, ആഡ് ന്യൂ ഓർഗനൈസേഷൻ ഉണ്ട്. എന്താ ക്ലോൺ സെറ്റിംഗ്സ്? നമുക്ക് ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത കമ്പനിയുടെ അതേ സെറ്റിംഗ്സ് വെച്ച് തന്നെ പുതിയ കമ്പനി ക്രിയേറ്റ് ചെയ്യണം. ഇപ്പൊ അനീന പ്രൈവറ്റ് ലിമിറ്റഡ് ക്രിയേറ്റ് ചെയ്തില്ലേ, അതേപോലെ തന്നെ വേറൊരു കമ്പനി ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ക്ലോൺ സെറ്റിംഗ്സ് കൊടുത്താൽ മതി. പക്ഷെ എൻറ്റയർലി പുതിയ ഓർഗനൈസേഷൻ ആണെങ്കിൽ എന്ത് കൊടുക്കുക? ആഡ് ന്യൂ ഓർഗനൈസേഷൻ. മൊത്തത്തിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ എന്ത് കൊടുക്കുക? ആഡ് ന്യൂ ഓർഗനൈസേഷൻ കൊടുക്കും. തൽക്കാലം ആഡ് ന്യൂ ഓർഗനൈസേഷൻ കൊടുക്കാണ്. പിന്നെ എന്ത് ചെയ്യുക? ബാക്കി പേര്, മറ്റു ഡീറ്റെയിൽസ് നമ്മൾ ഓൾറെഡി അനീന ഷെയർ ചെയ്തില്ലേ, അതേ ഡീറ്റെയിൽസ് തന്നെ ഇവിടെയും കൊടുത്തു. എന്താ? പേര് കൊടുക്കണം. ഇവിടെ പേര് കൊടുക്കാണ് ഇബ ലിമിറ്റഡ്. പിന്നെ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് കൊടുക്കുക. പിന്നെ ബാക്കി ഡീറ്റെയിൽസ് ഫില്ല് ചെയ്ത് പോവാം. അത്രേ ഉള്ളൂ. നമ്മൾ ഓൾറെഡി ഇത് കണ്ടതാണല്ലേ എങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നതെന്ന്. അപ്പൊ അതേ ഡീറ്റെയിൽസ് ഇവിടെ ചെയ്ത് പോവാം. ഓക്കെ, ക്ലിയർ അല്ലേ എല്ലാവർക്കും? എങ്ങനെയാണ് നമ്മളൊരു ഇത് ഫില്ല് ചെയ്തതെന്ന് മനസ്സിലായില്ലേ? ഒരു കമ്പനി ക്രിയേറ്റ് എങ്ങനെയാണ് മനസ്സിലായില്ലേ? ഓക്കെ ആണ് നമുക്ക് ഇവിടെ. ഓക്കെ,
അത്രയേ ഉള്ളൂ. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഇവിടെ ഒരു പ്ലസ് സൈൻ കാണാം, കണ്ടില്ലേ പ്ലസ് സൈൻ. ഈ പ്ലസ് സൈൻ എന്ന് പറയുന്നത് നമ്മൾ വിളിക്കുന്നതാണ് ക്യുക്ക് ക്രിയേറ്റ്. എന്താണ് ക്യുക്ക് ക്രിയേറ്റ്? എന്താണ് ക്യുക്ക് ക്രിയേറ്റ്? ക്യുക്ക് ക്രിയേറ്റ് ആണ് എന്താ, വേഗത്തിൽ ക്രിയേറ്റ് ചെയ്യുക, അതാണ് ക്യുക്ക് ക്രിയേറ്റ് എന്നാണ്. എക്സാമ്പിൾ, ഇപ്പൊ ഞാനൊരു ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്യാൻ പോവാ, സെയിൽസ് ഇൻവോയ്സ്. അപ്പൊ സെയിൽസ് ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്യാൻ എവിടെ പോവാ, സെയിൽസ് മൊഡ്യൂൾ എടുക്കുന്നു. അപ്പൊ അതിനകത്ത് ഇൻവോയ്സസ് കാണാം, അത് ക്ലിക്ക് ചെയ്ത് ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ തന്നെ പർച്ചേസ് ബിൽ ക്രിയേറ്റ് ചെയ്യണം. എങ്ങനെ ക്രിയേറ്റ് ചെയ്യും, പർച്ചേസസിൽ പോയിട്ട് ബിൽസ് ക്രിയേറ്റ് ചെയ്യാം. പക്ഷെ ഞാൻ പർച്ചേസ് ക്ലിക്ക് ചെയ്തപ്പോ എന്ത് സംഭവിച്ചു, സെയിൽസ് മൊഡ്യൂൾ തന്നെ അടഞ്ഞു. കണ്ടില്ലേ, ഓട്ടോമാറ്റിക്കലി സെയിൽസ് മൊഡ്യൂൾ അടയില്ലേ. അപ്പൊ അത് അങ്ങനെ അടയുമ്പോ നമുക്ക് ഫുൾ മൊഡ്യൂൾസും കാണാൻ പറ്റില്ല, ഒരു ഇൻകൺവീനിയൻസ് ആണ്. ആ കൺവീനിയൻസ് കുറച്ചും കൂടെ ഈസി ആക്കാനാണ് നമുക്ക് ഇവിടെ മുകളിൽ ക്യുക്ക് ക്രിയേറ്റ് എന്ന ഓപ്ഷൻ ഉള്ളത്. അപ്പൊ അതാവുമ്പോ എന്താ, എല്ലാ മൊഡ്യൂൾസിലുള്ള എല്ലാ കാര്യങ്ങളും കണ്ടില്ലേ, ഐറ്റം മൊഡ്യൂൾ ഉണ്ട്, ഇൻവെന്ററി മൊഡ്യൂൾ ഉണ്ട്, സെയിൽസ് മൊഡ്യൂൾ ഉണ്ട്, പർച്ചേസ് മൊഡ്യൂൾ ഉണ്ട്, എല്ലാം ഒരുമിച്ച് ഒറ്റ സ്ക്രീൻ നമുക്ക് കാണാം. എന്താണോ ക്രിയേറ്റ് ചെയ്യണത് ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്കത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഇവിടെ ഒരു മനുഷ്യന്റെ ചിഹ്നം കാണാം, അതാണ് റെഫറൻസ് കാണുന്നതാണ്. നമ്മൾ ഈ ഗൂഗിൾ പേയിൽ ഒരിടക്ക് ഒരു സംഭവം ഉണ്ടായിരുന്നു, എന്താണെന്നറിയോ, ഗൂഗിൾ പേയുടെ യൂസേഴ്സ് കൂട്ടാൻ വേണ്ടി ഗൂഗിൾ പേ എന്ത് ചെയ്തു, ഇതുപോലെ റെഫറൽ ബോണസ് കൊടുക്കുമായിരുന്നു. എന്താ, നമ്മൾ കൂട്ടുകാരെയൊക്കെ നമ്മൾ ജിപേ യൂസ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഒരു 100 രൂപ കിട്ടും അല്ലെ. അപ്പൊ നമ്മൾ പപ്പാതിയായിട്ട് സ്പ്ലിറ്റ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ സോഹോ ബുക്സ് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് $3 വെച്ച് കിട്ടും. ഓക്കെ, $3 വെച്ചാൽ നിസ്സാര പൈസയാണ്, 10-300 രൂപ കിട്ടും അല്ലെ. ആ 10-300 രൂപ നിങ്ങളുടെ കയ്യിൽ കിടക്കും. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് നോട്ടിഫിക്കേഷൻ ആണ് ഇത്രയേ ഉള്ളൂ. നമുക്ക് ആക്ച്വലി വെൻഡേഴ്സും കസ്റ്റമേഴ്സും നമുക്ക് മെയിൽ അയക്കാറുണ്ട്. ഈ മെയിൽ അയക്കുമ്പോൾ നമുക്ക് ഇവിടെ നോട്ടിഫിക്കേഷൻസിനകത്ത് എന്ത് ചെയ്യാൻ പറ്റും, കാണാനായിട്ട് പറ്റും. പിന്നെ വരുന്നതാണ് സെറ്റിംഗ്സ്. എന്താണ് സെറ്റിംഗ്സ്? സെറ്റിംഗ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഇത്ര ഉദ്ദേശിക്കുന്നുള്ളൂ, ടാലിയിൽ നിങ്ങൾ കോൺഫിഗറേഷൻ ചെയ്തിട്ടുണ്ടോ, F11 ഫീച്ചേഴ്സ് ഓർമ്മയിലെ ടാലിക്കകത്ത്, അതേപോലെ തന്നെ സോഹോയിൽ എന്താണ്, സെറ്റിംഗ്സ് ആണ്. ഓക്കെ, അപ്പൊ സോഹോയിൽ നമ്മൾ എന്താ ചെയ്യുക, കോൺഫിഗറേഷൻസ് ആണ് നമ്മൾ ചെയ്യുന്നത്. എവിടെ, സെറ്റിംഗ്സിനകത്ത്. നമുക്ക് എന്തായാലും ഓരോ കോൺഫിഗറേഷൻ നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ ജസ്റ്റ് സെറ്റിംഗ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് കോൺഫിഗറേഷൻസ് ഇവിടെ ഉണ്ട്. ഈ എല്ലാ കോൺഫിഗറേഷൻ നമ്മൾ ഓരോന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കും. ഓക്കെ, ക്ലോസ് സെറ്റിംഗ്സ് കൊടുക്കുന്നു. പിന്നെ നിങ്ങൾക്ക് മൈ പ്രൊഫൈൽ കാണാം. അതിന്റെ ഇപ്പുറത്ത് എന്താണ്, മൈ പ്രൊഫൈൽ ആണ്. മൈ പ്രൊഫൈൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ യൂസർ ഐ ഡി, നിങ്ങളുടെ മെയിൽ ഐ ഡി, പിന്നെ യൂസർ ഐ ഡി, പിന്നെ അതുപോലെ ഹെൽപ്പും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിനകത്തുനിന്ന് ചോദിക്കാനായിട്ട് പറ്റും. പിന്നെ ഏറ്റവും ലാസ്റ്റ് ഈ അറ്റത്ത് കാണുന്നതാണ് സോഹോ ആപ്സ്. എന്താണ്, സോഹോ ആപ്സ്. ഓൾറെഡി പറഞ്ഞു, സോഹോ കോർപ്പറേഷൻ ആണ് കമ്പനിയുണ്ട്. ആ കമ്പനിയാണ് എന്ത് ചെയ്തത്, സോഹോ ബുക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പറഞ്ഞില്ലേ, ഒരുപാട് സോഹോന്റെ ആപ്പുകൾ ഉണ്ട്. സോഹോ പ്രൊക്യൂർമെന്റ് ഉണ്ട്, സോഹോ എക്സ്പെൻസ് ഉണ്ട്, സോഹോ ഇൻവെന്ററി ഉണ്ട്. അങ്ങനെ പല ആപ്പുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, സോഹോ ബുക്സിൽ കൊണ്ടുവന്നു. ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇന്റഗ്രേറ്റ് ചെയ്ത് നമുക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഇത്രയാണ് ബേസിക്കലി അതിന്റെ ഒരു ഇന്റർഫേസ് എന്ന് പറയാൻ. പിന്നെ നമുക്ക് ഡാഷ്ബോർഡ് ആണുള്ളത്. ഡാഷ്ബോർഡ് എന്ന് പറയുമ്പോഴേക്കും നമുക്ക് എത്ര റിസീവബിൾസ് ഉണ്ട്, എത്ര പേബിൾ ഉണ്ട്, ക്യാഷ് ഫ്ലോ എങ്ങനെയാ പോകുന്നത്, അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഡാഷ്ബോർഡിനകത്ത് നമുക്ക് കാണാൻ പറ്റും. ക്ലിയർ അല്ലേ? ഇവിടം വരെ പറഞ്ഞ കാര്യങ്ങൾ ഓക്കെ ആണെങ്കിൽ നമുക്ക് വിടാവോ? ഓക്കെ, അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ ഒരു കമ്പനിയിൽ ബ്രാഞ്ച് ക്രിയേറ്റ് ചെയ്യാം. ഹെഡിങ് കൊടുത്തോളാം, ബ്രാഞ്ച് ക്രിയേഷൻ. ഹെഡിങ് കൊടുക്കുക, ബ്രാഞ്ച് ക്രിയേഷൻ. 2 ടോപ്പിക് കൂടെ ഉള്ളേ, അതും കൂടെ കഴിഞ്ഞ് നമുക്ക് എന്താ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഹെഡിങ് കൊടുക്കുക, ബ്രാഞ്ച് ക്രിയേഷൻ. എങ്ങനെ നമുക്ക് സോഹോ ബുക്സിൽ ഒരു ബ്രാഞ്ച് ക്രിയേറ്റ് ചെയ്യാം, എങ്ങനെ സോഹോയില് ഒരു ബ്രാഞ്ച് ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് നോക്കാം. ഓക്കെ, ഫൈൻ. ഓക്കെ, അപ്പൊ അത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ ആദ്യം സെറ്റിംഗ്സ് എടുക്കുക. ക്ലിക്ക് ഓൺ സെറ്റിംഗ്സ്, ക്ലിക്ക് ഓൺ സെറ്റിംഗ്സ്. സെറ്റിംഗ്സ് എടുക്കുക. സെറ്റിംഗ്സ് എടുത്തതിന് ശേഷം അതിനകത്ത് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞൊരു ഹെഡ് കാണാം. അതിന്റെ താഴെ ലൊക്കേഷൻസ്. ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞൊരു ഹെഡ് ഉണ്ട്, അതിന്റെ താഴെ ലൊക്കേഷൻസ്. ഓർഗനൈസേഷന്റെ താഴെ ലൊക്കേഷൻസ്.
അത് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ എനേബിൾ ലൊക്കേഷൻസ് എന്ന് പറഞ്ഞ് കാണാം. എന്ത് കാണാം? എനേബിൾ ലൊക്കേഷൻസ്. എനേബിൾ ലൊക്കേഷൻസ് അത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ എനേബിൾ എന്നാണ് കാണാം. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, വൺസ് നിങ്ങൾ ഒരു ലൊക്കേഷൻ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ഡിസേബിൾ ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ എക്സാമ്പിൾ, ഇപ്പൊ സ്റ്റെൽവിന് ഇത്രയും നാളും കാലിക്കറ്റ് ബ്രാഞ്ച് എന്ന് പറഞ്ഞൊരു ബ്രാഞ്ച് ഉണ്ടായിരുന്നു. ബട്ട് ഇപ്പോ ആ ബ്രാഞ്ച് ഡിസ്കണ്ടിന്യൂ ചെയ്യാം. ഒരു റീസൺ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ആ ബ്രാഞ്ച് ഡിസ്കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ ഡിസ്കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സോഹോ ബുക്സ് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് ഡിസേബിൾ ചെയ്യാൻ പറ്റത്തില്ല. വൺസ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്താൽ അത് ക്രിയേറ്റ് ചെയ്തായിട്ട് തന്നെ ഇരിക്കത്തുള്ളൂ. ആകെ ചെയ്യാൻ പറ്റുക എന്താ, ഇനാക്റ്റീവ് ആക്കി വെക്കാം. എന്ത് ചെയ്യാൻ പറ്റും, ഇനാക്റ്റീവ് ആക്കി വെക്കാൻ പറ്റുമെന്ന് മാത്രം. അത് നിങ്ങൾ ആദ്യം മൈൻഡിൽ വെക്കാം. നിങ്ങൾ ലൊക്കേഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എന്നിട്ട് നിങ്ങൾ എനേബിൾ കൊടുക്കുക. എനേബിൾ കൊടുത്തതിന് ശേഷം നമ്മളിവിടെ ലൊക്കേഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യുന്നു, ലൊക്കേഷൻ ക്രിയേറ്റ് ചെയ്യുക. ഇപ്പൊ ഓൾറെഡി ഒരു ലൊക്കേഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ? ഏതാണെന്നറിയോ? ഹെഡ് ഓഫീസ് എന്ന് പറയുന്ന ഒരു ലൊക്കേഷൻ ഓൾറെഡി ക്രിയേറ്റഡ് ആയിരിക്കും. നമ്മൾ ഓൾറെഡി കമ്പനി ക്രിയേറ്റ് ചെയ്തില്ലേ, കമ്പനിക്കകത്ത് ഒരു അഡ്രസ് കൊടുത്തില്ലേ, ആ അഡ്രസ് തന്നെയായിരിക്കും ഹെഡ് ഓഫീസിന്റെ അഡ്രസ് ആയിട്ട് അസ്യൂം ചെയ്യുക. ഓക്കെ, ഇനി അതുപോലെ തന്നെ നമ്മൾ ഒരു ലൊക്കേഷൻ കൂടെ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. എവിടെ പോയി? ആഡ് ലൊക്കേഷൻ എന്ന് പറഞ്ഞ് കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ലൊക്കേഷൻ ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് അതിനകത്ത് ലൊക്കേഷൻ ടൈപ്പ് ആണ് ഫസ്റ്റ് ചോദിച്ചിട്ടുള്ളത്. അതിനകത്ത് നിങ്ങൾക്ക് 2 ലൊക്കേഷൻ ടൈപ്പ് ഉണ്ട്. ബിസിനസ് ലൊക്കേഷൻ ഉണ്ട്, വെയർ ഹൗസ് ഓൺലി ലൊക്കേഷൻ ഉണ്ട്. ഇതിനകത്ത് നിങ്ങൾ ബിസിനസ് ലൊക്കേഷൻ ആണ് സെലക്ട് ചെയ്യേണ്ടത്. എന്താ ബിസിനസ് ലൊക്കേഷൻ? ബ്രാഞ്ച് എന്ന് പറയുന്നത് ടെക്നിക്കലി ബിസിനസ് ലൊക്കേഷൻ ആണല്ലേ, മറ്റേത് വെയർ ഹൗസ് ആണ്. അതുകൊണ്ടാണ് വെയർ ഹൗസ് ഓൺലി ലൊക്കേഷൻ ആണ്. അപ്പൊ അതുകൊണ്ട് ബിസിനസ് ലൊക്കേഷൻ കൊടുക്കുക. അവിടെ ബിസിനസ് ആക്ടിവിറ്റി ഉണ്ട്, അതുകൊണ്ടാണ്. പിന്നെ അത് കഴിഞ്ഞ് ലോഗോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ലോഗോ കൊടുക്കാം. നമുക്ക് ഓരോ ബ്രാഞ്ചിനും ഓരോ ലോഗോ ഒക്കെ ഉണ്ടായിരിക്കുമല്ലോ. അങ്ങനെ ഉണ്ടെങ്കിൽ ലോഗോ കൊടുക്കാം. പിന്നെ പേര് കൊടുക്കാം. ഇപ്പൊ ഞാൻ ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ കാലിക്കറ്റ് ബ്രാഞ്ച് ആണ്. ഞാൻ അവിടെ കൊടുക്കുന്നു കാലിക്കറ്റ് ബ്രാഞ്ച്. കാലിക്കറ്റ് ബ്രാഞ്ച് എന്ന് പറഞ്ഞിട്ട് പേര് കൊടുക്കാം. ഇപ്പൊ അനീനൊക്കെ ട്രിവാൻഡ്രം ബ്രാഞ്ച് ആണെങ്കിൽ ട്രിവാൻഡ്രം ബ്രാഞ്ച് എന്ന് ക്രിയേറ്റ് ചെയ്യും. പിന്നെ എന്ത് ചെയ്യാ, അഡ്രസ് കൊടുക്കുക അല്ലെ, അഡ്രസ് കൊടുക്കുക. ഏതാണോ അഡ്രസ് അതോടെ കൊടുക്കുക. തൽക്കാലം ഞാൻ അഡ്രസ് ഒന്നും കൊടുക്കുന്നില്ല. പിന്നെ താഴെ സ്ക്രോൾ ചെയ്യുക. താഴെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ട്രാൻസാക്ഷൻ നമ്പർ സീരീസ് എന്നാണ് കാണാൻ പറ്റും. കണ്ടില്ലേ, ട്രാൻസാക്ഷൻ നമ്പർ സീരീസ്. അവിടെ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത് ഡീഫോൾട്ട് ട്രാൻസാക്ഷൻ സീരീസ് സെലക്ട് ചെയ്ത് കൊടുക്കും. ഡീഫോൾട്ട് ട്രാൻസാക്ഷൻ സീരീസ് സെലക്ട് ചെയ്യും. തൊട്ടടുത്ത് ഡീഫോൾട്ട് ട്രാൻസാക്ഷൻ നമ്പർ സീരീസ് കാണാൻ പറ്റും. അതും ഡീഫോൾട്ട് ട്രാൻസാക്ഷൻ സീരീസ് രണ്ടും സെയിം തന്നെ സെലക്ട് ചെയ്യും. ഡീഫോൾട്ട് ട്രാൻസാക്ഷൻ സീരീസ്, ഡീഫോൾട്ട് ട്രാൻസാക്ഷൻ സീരീസ് സെലക്ട് ചെയ്തു. അത്രയേ ഉള്ളൂ. എന്നിട്ട് എന്ത് ചെയ്യുക, സേവ് ചെയ്യുക. വെബ്സൈറ്റിന്റെ URL കൊടുക്കുക കേട്ടോ. വെബ്സൈറ്റിന്റെ ലിങ്കും കാര്യങ്ങളും കൊടുക്കാം. എന്നിട്ട് സേവ്. അത്രേ ഉള്ളൂ. നമ്മൾ എന്തായി, കാലിക്കറ്റ് ബ്രാഞ്ചും ക്രിയേറ്റ് ആക്കുക. അങ്ങനെ 2 ബ്രാഞ്ചസ് ഉണ്ട്, ഹെഡ് ഓഫീസും കാലിക്കറ്റ് ബ്രാഞ്ചും. ക്ലിയർ അല്ലേ എല്ലാവർക്കും? എങ്ങനെയാണ് നമ്മൾ ഒരു ബ്രാഞ്ച് ക്രിയേറ്റ് ചെയ്ത് മനസ്സിലായില്ലേ? ഓക്കെ അല്ലേ? ഇനി നമ്മളിപ്പോ യൂസ് ചെയ്യുന്ന ഫ്രീ വെർഷനാണ്. ഫ്രീ വെർഷന് നമുക്ക് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ 2 ബ്രാഞ്ച് മാത്രമേ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. എത്ര ബ്രാഞ്ച് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ? 2 ബ്രാഞ്ച് മാത്രമേ ഫ്രീ വെർഷനിൽ പറ്റുള്ളൂ. ഒരു ബ്രാഞ്ച് കൂടെ ക്രിയേറ്റ് ചെയ്യാം. ആഡ് ലൊക്കേഷൻ കൊടുത്ത് എന്ത് ചെയ്യാം, ഒരു ബ്രാഞ്ചും കൂടെ ക്രിയേറ്റ് ചെയ്യാം. പക്ഷെ അത് കഴിഞ്ഞ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ബ്രാഞ്ച് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ഓൺലി 2 ബ്രാഞ്ചസ്. അപ്പൊ നിങ്ങൾ ചോദിക്കും, സാർ അപ്പൊ അതിനപ്പുറത്ത് ക്രിയേറ്റിംഗ് എന്ത് ചെയ്യണം? നിങ്ങൾ ഒന്നും ചെയ്യണ്ട, സബ്സ്ക്രൈബ് ചെയ്യാം. ഞാൻ ഓൾറെഡി പറഞ്ഞു സബ്സ്ക്രിപ്ഷൻ അടയ്ക്കണം അല്ലെ. അപ്പൊ നമ്മൾ പേര് ചെയ്ത് കഴിഞ്ഞാൽ, പേര് വെർഷൻ ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, നമുക്ക് ഇഷ്ടം പോലെ ബ്രാഞ്ച് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. എത്ര വേണമെന്ന് വെച്ചാൽ അത്രയും നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. പക്ഷെ നമുക്ക് എഡ്യൂക്കേഷൻ പർപ്പസ് നമുക്ക് 2 ബ്രാഞ്ച് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് പിന്നെ ലിമിറ്റേഷൻ. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ക്ലിയർ അല്ലേ ഇവിടം വരെ പറഞ്ഞ കാര്യങ്ങള്? ഓക്കെ, വൺ മോർ തിങ്. നമുക്ക് ഈ ഒരു ടോപ്പിക് കൂടെ കഴിഞ്ഞ് നമുക്ക് ഇന്നത്തെ ക്ലാസ് നിർത്താം. അടുത്ത ഹെഡിങ് കൊടുക്കാം, ഓപ്പണിംഗ് ബാലൻസ്. how to add opening balance. How to add opening balance. How to add opening balance. അതായത് ഇത്രയേ ഉള്ളൂ. ഇത്രയും നാളും അനീന ഫോളോ ചെയ്തുകൊണ്ടിരുന്നത് ടാലി ആണെന്നിരിക്കാം. ഈ കൊല്ലം മുതലാണ് അനീന എന്ത് പ്ലാൻ ചെയ്യുന്നത്,
സോഹോയിലോട്ട് മാറിയാലോ എന്ന് പ്ലാൻ ചെയ്യുന്നത്. ഇത്രയും നാളെ അനീന ടാലിയല്ലേ ചെയ്തുകൊണ്ടിരുന്ന, ഇപ്രാവശ്യം അനീനയ്ക്ക് സോഹോയിലോട്ട് താല്പര്യം. ഈ ഒരാഴ്ച ഈ ഒരു വർഷം തൊട്ട് സോഹോയാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ എന്താ സംഭവിക്കുക, കഴിഞ്ഞ കൊല്ലത്തെ കുറച്ച് ബാലൻസസ് ഉണ്ടാവുമല്ലോ അക്കൗണ്ടില്, ആ അക്കൗണ്ട് ബാലൻസസ് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യണ്ടേ വേണ്ടേ? അപ്പൊ അതാണ് നമ്മൾ ഇനി അടുത്ത് നോക്കാൻ പോകുന്നത്. എന്ത്? ഹൗ ടു ആഡ് ഓപ്പണിംഗ് ബാലൻസ്. അപ്പൊ അതിന് നമ്മൾ ചെയ്യാൻ പോകുന്നത് സെറ്റിംഗ്സ് എടുക്കാം. എന്തെടുക്കാം? സെറ്റിംഗ്സ്. ഇതൊക്കെ സെറ്റിംഗ്സ് തന്നെയാണ്. നേരെ സെറ്റിംഗ്സ് എടുക്കാം. സെറ്റിംഗ്സ് എടുത്തതിന് ശേഷം അതിനകത്ത് സെറ്റപ്പ് ആൻഡ് കോൺഫിഗറേഷൻസ് എന്നൊരു ഹെഡ് കാണാം. എന്തുണ്ട്? സെറ്റപ്പ് ആൻഡ് കോൺഫിഗറേഷൻസ്. സെറ്റപ്പ് ആൻഡ് കോൺഫിഗറേഷൻസ്. സെറ്റപ്പ് ആൻഡ് കോൺഫിഗറേഷൻസ്. അതിന്റെ താഴെ ഓപ്പണിംഗ് ബാലൻസസ്. അതിന്റെ താഴെ ഓപ്പണിംഗ് ബാലൻസസ്. ഓപ്പണിംഗ് ബാലൻസസ്. സെറ്റപ്പ് ആൻഡ് കോൺഫിഗറേഷൻസിന് താഴെ ഓപ്പണിംഗ് ബാലൻസസ്. എന്നിട്ട് ഓപ്പണിംഗ് ബാലൻസസ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഫസ്റ്റ് നമ്മളോട് ലൊക്കേഷൻ സെലക്ട് ചെയ്യണം. നമ്മളിപ്പോ ക്രിയേറ്റ് ചെയ്ത ഏതൊക്കെയാ? ഹെഡ് ഓഫീസും കാലിക്കറ്റ് ആണ്. അപ്പൊ ഏത് ലൊക്കേഷൻ ആണോ സെലക്ട് ചെയ്യുക? സാധാരണ ഹെഡ് ഓഫീസ് എന്ന ലൊക്കേഷനിലായിരിക്കും ബാലൻസസ് കാണുക. അപ്പൊ ഹെഡ് ഓഫീസ് കൊടുക്കുക. ദെൻ മൈഗ്രേഷൻ, വെരി വെരി ഇമ്പോർട്ടന്റ്, മൈഗ്രേഷൻ. അതൊന്ന് വായിക്കാവോ? ആ സെന്റൻസ് എന്താന്നുള്ളത് ഈ സെന്റൻസ് ഒന്ന് വായിച്ചേ. The date on which you generated the trial balance report in your previous accounting software while migrating to Zoho. എന്ന് പറയുമ്പോൾ എന്താ? നമ്മള് ട്രയൽ ബാലൻസിനകത്ത് കാണുന്ന ഡേറ്റ് അല്ലെ. നമ്മൾ ട്രയൽ ബാലൻസ് എപ്പോഴാണ് പൊതുവെ ജനറേറ്റ് ചെയ്യുക? ഇയർ എൻഡിലല്ലേ. ഇയർ എൻഡ് എന്ന് പറയുമ്പോൾ എപ്പോഴായിരിക്കും? നമ്മൾ ഇന്ത്യയിലേക്ക് യെസ്, വെരി ഗുഡ്. 31st മാർച്ചിനാണ് ഇയർ എൻഡ് അല്ലെ. അപ്പൊ ഈ വർഷത്തെ ഇയർ എൻഡ് എപ്പോഴാ? 31st March 2026 ആണ് ഇയർ എൻഡ് അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു ഡേറ്റ് ആണ് കൊടുക്കേണ്ടത്. ഓക്കെ, കേസ് സ്റ്റഡിയിൽ ചിലപ്പോൾ ഈ ഡേറ്റ് ആയിരിക്കണം എന്നില്ല, ബട്ട് ഞാൻ ഇപ്പൊ കൊടുക്കാൻ പോകുന്നത് ഈ ഡേറ്റ് ആണ്. ഏതാ? 31st March 2026. ഡേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമുക്ക് ഡേറ്റ് കലണ്ടർ കാണാം. ആ കലണ്ടർ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം നമുക്കറിയാം മെയിൻലി നമുക്ക് അക്കൗണ്ട്സിൽ എത്ര ടൈപ്പ് ഓഫ് ലെഡ്ജേഴ്സ് ഉണ്ട്? 5 ടൈപ്സ് ഓഫ് അക്കൗണ്ട്സ് ഉണ്ട്. അസറ്റ്, എക്സ്പെൻസ്, ഇൻകം, ലൈബിലിറ്റി, പിന്നെ ക്യാപിറ്റൽ അഥവാ ഇക്വിറ്റി. അങ്ങനെ മൊത്തം 5 ടൈപ്പ് ഓഫ് അക്കൗണ്ടുകൾ ഉണ്ട്. ഈ 5 ടൈപ്പ് ഓഫ് അക്കൗണ്ടുകൾ എന്ത് ചെയ്യുക? ഓരോ ബാലൻസസും ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പൊ എക്സാമ്പിൾ ക്യാഷ് ആണ്. ക്യാഷ് എന്താണ്? അസറ്റ് ആണല്ലോ. അപ്പൊ അസറ്റിൽ പോകുന്നു, അസറ്റ് ക്ലിക്ക് ചെയ്യുക. അസറ്റ് ക്ലിക്ക് ചെയ്ത് ഇവിടെ നിങ്ങൾക്ക് ക്യാഷ് എന്ന് പറഞ്ഞാൽ കാണാൻ പറ്റില്ല അല്ലെ. എന്താ കാണുന്നത്? പെറ്റി ക്യാഷാ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? പെറ്റി ക്യാഷിലാണെങ്കിൽ നമുക്ക് പൈസ ഇടാം. എത്ര പൈസ ഇടാം? ഫോർ എക്സാമ്പിൾ ഒരു 5000 രൂപയാണ് നിൽക്കാം. അപ്പൊ 5000 ഡെബിറ്റ് കോളം ഉണ്ട്, ക്രെഡിറ്റ് കോളം ഉണ്ട്. ഇതെന്താ? ഇത് ഡെബിറ്റ് ആണ്, ഇത് ക്രെഡിറ്റ് ആണ്. അപ്പൊ നമ്മളിവിടെ നമ്മൾ ബാലൻസ് കൊടുക്കണ്ടേ? അസറ്റ് ആവുമ്പോ ഡെബിറ്റ് അല്ലേ. അപ്പൊ എന്താ? ഡെബിറ്റ് സൈഡില് ബാലൻസ് കൊടുക്കാം. ഇനി ഫർണിച്ചർ ഉണ്ട് നിൽക്കാം. ഫർണിച്ചർ എത്രയുണ്ട്? ഒരു 1 lakh ഫർണിച്ചർ ഉണ്ട്. ഞാൻ എന്ത് കൊടുക്കുന്നു? ഫർണിച്ചർ എക്യുപ്മെന്റ് 1 lakh കൊടുക്കുന്നു. ഇനി അടുത്തത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ അനീനയ്ക്ക് മെഷീൻ ഉണ്ട് നിൽക്കാം. മെഷീനറി ഉണ്ട്. അപ്പൊ മെഷീനറി നമുക്ക് ഇവിടെ കാണുന്നില്ലല്ലോ. അപ്പൊ എന്ത് ചെയ്യും? കാണാത്തോണ്ട് നമ്മളിവിടെ പ്ലസ് ന്യൂ അക്കൗണ്ട് എന്ന ഓപ്ഷനിലെ അത് ക്ലിക്ക് ചെയ്ത് പുതിയൊരു അക്കൗണ്ട് അവിടെ ക്രിയേറ്റ് ചെയ്താൽ മതി. എന്ത് ചെയ്താൽ മതി? പ്ലസ് ന്യൂ അക്കൗണ്ട് കൊടുത്ത് ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ അക്കൗണ്ട് ടൈപ്പ് സെലക്ട് ചെയ്യണം. എന്താണ് അക്കൗണ്ട് ടൈപ്പ് എന്ന് പറഞ്ഞാല്? ഫിക്സഡ് അസറ്റ് ആണ് അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ ഫിക്സഡ് അസറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള അക്കൗണ്ട് ടൈപ്പ് നമ്മൾ ടാലിയിലൊക്കെ സെലക്ട് ചെയ്ത പോലെ തന്നെ അക്കൗണ്ട് ടൈപ്പ് സെലക്ട് ചെയ്യുക. പേര് കൊടുക്കുക. എന്താണ്? മെഷീനറി ആണ്. മെഷീനറി എന്ന് പറഞ്ഞ പേര് കൊടുക്കുക. പിന്നെ അക്കൗണ്ട് കോഡ്. ഓരോ ലെഡ്ജേഴ്സിന് നമ്പർ ഒക്കെ ഉണ്ടാവും. അതാണ് അക്കൗണ്ട് കോഡ് എന്ന് പറയുന്നത്. പിന്നെ ഡിസ്ക്രിപ്ഷൻ എന്തെങ്കിലും നിങ്ങൾ കൊടുക്കുക. എന്നിട്ട് സേവ് കൊടുക്കുക. ഇവിടെ താഴെ സേവ് കാണാം. സേവ്. അപ്പൊ എന്തായി? അക്കൗണ്ട് ക്രിയേറ്റ് ആയി. നിങ്ങൾക്ക് തൊട്ട് താഴെ എന്താണ്? മെഷീനറി എന്ന് പറഞ്ഞ അക്കൗണ്ട് കാണാൻ പറ്റും. അവിടെ എന്ത് കൊടുക്കുക? ബാലൻസ് കൊടുക്കുക. ഞാനുള്ള ഒരു 2 lakh കൊടുക്കാം. ഓക്കെ, 2 lakh. അതുപോലെ തന്നെ നമുക്ക് ലൈബിലിറ്റിയിലൊക്കെ ബാലൻസ് ഉണ്ടാവല്ലോ. നമുക്ക് അവിടെയും ബാലൻസ് കൊടുക്കാം. ഓക്കെ, ലൈബിലിറ്റി നോക്കുവാണെങ്കിൽ നമുക്ക് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ലോൺ ഉണ്ട്, കൺസ്ട്രക്ഷൻ ലോൺ ഉണ്ട്. അതൊരു 1 lakh ഉണ്ട്. 1 lakh ഒരു കൺസ്ട്രക്ഷൻ ലോൺ ഉണ്ട്. പിന്നെ ഇക്വിറ്റിയിൽ നോക്കുകയാണെങ്കിൽ ഇക്വിറ്റിയിൽ ഒരു 1 lakh എന്തുണ്ട്? നമുക്ക് ക്യാപിറ്റൽ ഉണ്ട്. അപ്പൊ നിങ്ങൾ നോക്കിയിട്ട് അറിയോ നമ്മൾ ക്യാപിറ്റൽ എവിടെയായിരിക്കും എൻ്റർ ചെയ്യുക?
എവിടെയായിരിക്കും നമ്മൾ ക്യാപിറ്റലിന്റെ ബാലൻസ് കൊടുക്കേണ്ടി വരിക? ഒന്ന് നോക്കിയിട്ട് പറഞ്ഞേ, എവിടെയായിരിക്കും? ഇത് ഞാൻ ഇപ്പൊ എടുത്തിരിക്കുന്ന ഇക്വിറ്റി സെക്ഷൻ ആണ്. ഇക്വിറ്റി സെക്ഷനിലാണ് നമ്മൾ ക്യാപിറ്റലിന്റെ ബാലൻസ് കൊടുക്കേണ്ടത് അല്ലേ? അപ്പൊ ഇതിനകത്ത് നമുക്ക് പല അക്കൗണ്ടുകൾ കാണാം. ഇതിനകത്ത് ഏതിലായിരിക്കും നമ്മൾ ക്യാപിറ്റൽ കൊടുക്കുക? ക്യാപിറ്റലിന്റെ പൈസ എവിടെയായിരിക്കും കൊടുക്കേണ്ടത്? വെരി ഗുഡ്, ഓണേഴ്സ് ഇക്വിറ്റിയിലാണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ക്യാപിറ്റൽ സ്റ്റോക്ക് ആണ്, അതല്ല. ഓക്കെ, ക്യാപിറ്റൽ സ്റ്റോക്ക് വേറൊരു സംഭവമാണ്. അപ്പൊ ഓണേഴ്സ് ഇക്വിറ്റി, പക്ഷെ ഇത് എന്താ കൊടുക്കേണ്ടത്? ക്രെഡിറ്റ് സൈഡ് ആണ് അല്ലെ? ലൈബിലിറ്റിയും ക്യാപിറ്റലും ക്രെഡിറ്റ് സൈഡ് ആണ്. നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ പോയിട്ട് എന്ത് ചെയ്യുക? ബാലൻസ് ഇട്ടു 1 lakh. ഓക്കെ, അപ്പൊ ഇവിടെ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് താഴെ കാണാം ഓപ്പണിംഗ് ബാലൻസ് അഡ്ജസ്റ്റ്മെന്റ്. എന്തുകൊണ്ടായിരിക്കും ഓപ്പണിംഗ് ബാലൻസ് അഡ്ജസ്റ്റ്മെന്റ് വന്നത്? ഡെബിറ്റ് സൈഡ് കൂടുതലും ക്രെഡിറ്റ് സൈഡ് കുറവാണ്. സോ ദർ ഇസ് എ ഡിഫറൻസ്. ആ ഡിഫറൻസ് ഉള്ളത് എന്തായാലും ഇത് വരും. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലാവുക? നമ്മളിവിടെ ടാലി ആക്കുന്നവരെ നമുക്ക് ഇങ്ങനെ ചെയ്യാം. അപ്പൊ എവിടെയെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ കുറച്ചുകൂടെ ഈസി ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി കൊടുക്കാനുള്ള ബാങ്ക് അക്കൗണ്ട് ആണ്. നമുക്ക് ഇനി ബാങ്കിന്റെ പൈസ കൊടുക്കണം. പക്ഷെ നമുക്ക് ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് എന്തുണ്ട്? ഒരു സെക്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാം. എവിടെ? ബാങ്ക് എന്ന് പറഞ്ഞ ഒരു സെക്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് എന്ത് ചെയ്യുക? നിങ്ങൾക്ക് ബാങ്കിന്റെ ബാലൻസ് കൊടുക്കാം. പക്ഷെ ഒരു ട്വിസ്റ്റ് എന്താണെന്നറിയോ? ഇവിടെ അക്കൗണ്ട് കാണുന്നില്ല. അല്ലെങ്കിൽ ഇവിടെ പ്ലസ് ന്യൂ അക്കൗണ്ട് ഉള്ള ഓപ്ഷൻ ഉണ്ടോ? അതും ഇല്ല. അപ്പൊ എന്ത് ചെയ്യും? തൽക്കാലം ഒന്നും ചെയ്യണ്ട. തൽക്കാലം താഴെ നിങ്ങൾക്ക് കണ്ടിന്യൂ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. തൽക്കാലം എന്ത് ചെയ്യുക? കണ്ടിന്യൂ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. അപ്പൊ ടോട്ടൽ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ഡിഫർ ചെയ്യും എന്ന് പറഞ്ഞു വരും. കാരണം ഓപ്പണിംഗ് ബാലൻസ് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്, അത് ആണ് അവർ പറയുന്നത്. വാണിംഗ് ആയിട്ട് പറയും. തൽക്കാലം വീണ്ടും കണ്ടിന്യൂ കൊടുക്കുക, എന്നിട്ട് കൺഫേം കൊടുക്കുക. അപ്പൊ ചോദിക്കും, സാർ ഇവിടെ ഓപ്പണിംഗ് ബാലൻസ് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടല്ലോ. ഉണ്ടായിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. തൽക്കാലം എന്ത് ചെയ്യുക? കൺഫേം കൊടുക്കുക. കൺഫേം കൊടുത്തതിന് ശേഷം ഇങ്ങനെ ഒരു മെസ്സേജ് വരും, ഓക്കെ കൊടുക്കുക. അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ എല്ലാ ബാലൻസും നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇനി എന്ത് ചെയ്യണം? ബാങ്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ അതെന്ത് ചെയ്യുക? വീണ്ടും നിങ്ങൾ എഡിറ്റ് കൊടുക്കുക. എന്ത് കൊടുക്കുക? എഡിറ്റ്. നിങ്ങൾ എന്ത് ചെയ്യുക? എഡിറ്റ് എടുക്കുക. എഡിറ്റ് എടുത്തതിന് ശേഷം നമുക്കറിയാം ബാങ്ക് എന്ന് പറയുന്ന ഒരു അസറ്റ് അല്ലേ? അപ്പൊ അസറ്റിൽ പോയി വേണം ക്രിയേറ്റ് ചെയ്യാൻ. അപ്പൊ എന്ത് ചെയ്യുക? അസറ്റ് എടുക്കുന്നു, അതിനകത്ത് പ്ലസ് ന്യൂ അക്കൗണ്ട് ക്ലിക്ക് ചെയ്യാം. പ്ലസ് ന്യൂ അക്കൗണ്ട്. എന്നിട്ട് ആദ്യം നമുക്ക് അക്കൗണ്ട് ടൈപ്പ് കൊടുക്കുക. എന്താ? ബാങ്ക് ആണ്. സോ ഞാൻ ബാങ്ക് സെലക്ട് ചെയ്യുന്നു. അക്കൗണ്ടിന്റെ നെയിം ചോദിച്ചിട്ടുണ്ട്, പേര് കൊടുക്കുക. അപ്പൊ ഞാൻ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത് SBI ബാങ്ക് ആണെങ്കിൽ ഞാൻ ഇവിടെ കൊടുക്കുന്നത് SBI ബാങ്ക് എന്ന് പറഞ്ഞിട്ട് പേര് കൊടുക്കുക. SBI ബാങ്ക്. പിന്നെ നമുക്ക് അക്കൗണ്ട് നമ്പർ, IFSC കോഡ്. ഇത് എന്തിനായിരിക്കും കൊടുക്കേണ്ടി വരിക? ഞാൻ ഓൾറെഡി ക്ലാസ്സിലൊക്കെ പറഞ്ഞു, നമുക്ക് ബാങ്ക് അക്കൗണ്ട് എന്ത് ചെയ്യാം? ലിങ്ക് ചെയ്യാൻ പറ്റും അല്ലെ? അപ്പൊ നമുക്ക് അക്കൗണ്ട് നമ്പറും IFSC കോഡും കൊടുത്ത് നമുക്ക് ലിങ്ക് ചെയ്യാൻ പറ്റും. തൽക്കാലം ഞാൻ കൊടുക്കുന്നില്ല, നമ്മളിപ്പോ എഡ്യൂക്കേഷൻ വേർഷൻ ആയതുകൊണ്ട് തൽക്കാലം കൊടുക്കുന്നില്ല, സേവ് ചെയ്യും. അപ്പൊ അത്രയേ ഉള്ളൂ, നമ്മൾ ബാങ്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു. പക്ഷെ ചോദിക്കും, സാറേ ഇവിടെ അസറ്റിലും ബാങ്ക് വന്നിട്ടില്ല, ബാങ്കിലും എന്ത് വന്നിട്ടില്ല? SBI ബാങ്ക് വന്നിട്ടില്ല. പിന്നെ അവിടെ പോയി കാണാൻ പോയോ? അത് സോഹോ ബുക്സിനൊരു തന്ത്രമാണ്. എന്ത് ചെയ്യണം എന്നറിയോ? ആദ്യം നിങ്ങളൊന്ന് റീലോഡ് ചെയ്യാം. സൈറ്റ് എന്ത് ചെയ്യണം? റീലോഡ് ചെയ്യുക, റീഫ്രഷ് ചെയ്യുക. ഇവിടെ നമുക്ക് റീലോഡ് ഓപ്ഷൻ കാണാലോ. ആ റീലോഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് സൈറ്റ് ഒന്ന് ആദ്യം റീഫ്രഷ് ചെയ്യുക. റീഫ്രഷ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നേരെ ബാങ്ക് അക്കൗണ്ട് എടുക്കാം. നേരെ എന്തെടുക്കാം? ബാങ്ക് എടുക്കാം. ബാങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ എന്ത് കാണാൻ പറ്റും? SBI ബാങ്ക് എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. ഇനി എന്ത് ചെയ്ത് കൊടുക്കുക? അവിടെ ബാലൻസ് എമൗണ്ട് ഒന്ന് ഇട്ട് കൊടുക്കുക. ഞാനിവിടെ ഒരു എമൗണ്ട് ഇട്ട് കൊടുക്കുകയാണ്, 1 lakh. ഓക്കെ, 1 lakh ഇട്ട് കൊടുക്കുകയാണ്. ഇക്വിറ്റി ഞാൻ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് മാറ്റാണ്. എന്നിട്ട് നൈസായിട്ട് എന്ത് ചെയ്യുക? കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുത്ത് കൺഫേം കൊടുക്കുക. അത്രേ ഉള്ളൂ. എന്നിട്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ എന്തായി? നമ്മുടെ ഓപ്പണിംഗ് ബാലൻസ് ഒക്കെ അവിടെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ക്ലിയർ അല്ലേ? എങ്ങനെയാണ് നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് കൊടുക്കുന്നത് മനസ്സിലായാലേ? ഓക്കെ ആണെങ്കിൽ മനസ്സിലാവോ? ചോദിച്ചോ ആതിര. സർ, ഈ ക്യാപിറ്റല് ഒരു 10 പേർക്ക് ടോട്ടൽ ഒരു 50 ലക്ഷമാണ് കമ്പനിയിലേക്ക് ക്യാപിറ്റൽ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നതെന്ന് വെക്കുക. അപ്പം 10% വെച്ചിട്ട് ഒരു 10 പേരൊക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത്രയും ആളുകളുടെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് ഓരോരുത്തരുടെയും എങ്ങനെ ഒരു നല്ല ചോദ്യമാണ്. അത് നമ്മുടെ കേസ് സ്റ്റഡിയിലും റെലവെന്റ് ആയിട്ടുള്ള ചോദ്യം തന്നെയായിരുന്നു. വെരി ഗുഡ്. ഞാനത് പറഞ്ഞുതരാം. എങ്ങനെയാന്ന് വെച്ചാൽ അത് ചെയ്യാനായിട്ട് ഇത്രയേ ഉള്ളൂ. നമ്മളൊരു പുതിയൊരു അക്കൗണ്ട് ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് തരും. ഈ 10 ആൾക്കാരുണ്ടെങ്കിൽ ഈ 10 ആൾക്കാരെ ഓരോ അക്കൗണ്ട് ആയിട്ട് ക്രിയേറ്റ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മുടെ ക്ലാസ്സിൽ ഇപ്പൊ അനീന ഉണ്ട്, ആതിര ഉണ്ട്. ഇപ്പൊ 2 പേരാണ്, 2 പേരും കൂടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു.
അപ്പൊ അനീനാസ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ടും ആതിരാസ് ക്യാപിറ്റൽ എന്നാണ് 2 ക്യാപിറ്റൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. ക്രിയേറ്റ് ചെയ്യുമ്പോൾ ന്യൂ അക്കൗണ്ട് കൊടുക്കുക. ഇവിടെ ഇക്വിറ്റി ക്ലിക്ക് ചെയ്യണം. ഇക്വിറ്റി ക്ലിക്ക് ചെയ്ത് ന്യൂ അക്കൗണ്ട് കൊടുക്കുക. എന്നിട്ട് അക്കൗണ്ട് ടൈപ്പ് ഇക്വിറ്റി തന്നെ ആയിരിക്കും. അക്കൗണ്ടിന്റെ പേര് കൊടുക്കുക. എന്താ? അനീനാസ് ക്യാപിറ്റൽ. സേവ് ചെയ്യുക. വീണ്ടും ന്യൂ അക്കൗണ്ട് കൊടുക്കുക. അക്കൗണ്ട് ടൈപ്പ് ഇക്വിറ്റി ആണ്. അക്കൗണ്ട് നെയിം എന്താ? ആതിരാസ് ക്യാപിറ്റൽ. അങ്ങനെ കൊടുത്ത് സേവ് ചെയ്യുക. പെർസെന്റേജ് നമ്മൾ ആഡ് ചെയ്യേണ്ട, എമൗണ്ട് പെർസെന്റേജ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആ എമൗണ്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്താൽ മതിയിട്ടുണ്ട്. അങ്ങനെ ചെയ്യുന്നത് പെർസെന്റേജ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. അത് നമ്മൾ വേണം മാനുവലി എമൗണ്ട് ഒക്കെ എൻട്രി ചെയ്ത് കൊടുക്കാം. അതൊക്കെ നമുക്ക് ട്രയൽ ബാലൻസിൽ ഡയറക്ട്ലി കിട്ടിക്കോളും. ജസ്റ്റ് ആ എമൗണ്ട് അങ്ങനെ കൊടുത്താൽ മതി. ഓക്കെ, ചിലപ്പോ ഒരു കളക്ഷൻ, നമുക്കിപ്പോ ഒരു സെയിൽ കളക്ഷൻ ഒരു 5 lakh നമ്മൾക്ക് കിട്ടാനുണ്ട്. അപ്പോൾ ഒരു 4 lakh സംതിങ് നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയിട്ടുണ്ട്. ബാങ്ക് ത്രൂ നമുക്ക് അക്കൗണ്ടിലേക്ക് വന്നു. ബാലൻസ് ഒരു 50K നമുക്ക് ക്യാഷ് ആയിട്ടാണ് കയ്യിൽ സെയിൽ കളക്ഷൻ കിട്ടുന്നതെന്ന് കരുതാം. അപ്പം ക്യാഷ് നമ്മൾ ഫെച്ച് ചെയ്യണമല്ലോ. ബാങ്കിലേക്കാണെങ്കിൽ ഏത് ബാങ്കിലേക്ക് റിസീവ് ആയി ബാങ്ക് കൊടുത്തിട്ടാണല്ലോ നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ ക്യാഷ് ആണ് നമുക്ക് പെറ്റി ക്യാഷ് ആണോ അതോ? ഇപ്പൊ ഞാൻ കൊടുത്തിരുന്ന പെറ്റി ക്യാഷ് ആണ്, അക്കൗണ്ട് ആണ്. പക്ഷെ ആദരക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ഇതുപോലെ ക്യാഷ് എന്ന് പറഞ്ഞ അക്കൗണ്ട് കൊടുക്കുക. അക്കൗണ്ട് ടൈപ്പ് ക്യാഷ് കൊടുത്താൽ മതി. അക്കൗണ്ട് ടൈപ്പ് ക്യാഷ്, അക്കൗണ്ടിന്റെ പേരും ക്യാഷ് എന്നാണ്. സെപ്പറേറ്റ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. പെറ്റി ക്യാഷ് തന്നെ കൊടുക്കണമെന്ന് നിർബന്ധമില്ല. ഇല്ല. അപ്പൊ ക്യാഷ് എല്ലാം കൂടെ വന്ന് എക്സ്പെൻസ് പോലെ ഇങ്ങനെ ഇത് ലയബിലിറ്റി പോലെ കാണിക്കുവോ? ലയബിലിറ്റി അല്ല, അക്കൗണ്ട് ടൈപ്പ് ഇവിടെ കൊടുക്കേണ്ടത് ക്യാഷ് എന്നാണ്. ക്യാഷ് ആണ് അസറ്റ് ആണ്. അപ്പൊ അസറ്റിൽ പോയിട്ട് വേണം ക്രിയേറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ. ആദ്യം ചോദിച്ച ചോദ്യം വളരെ റെലവെന്റ് ആയിരുന്നു. കാരണം കേസ് സ്റ്റഡിയിലും നമുക്ക് ആ ഒരു സിറ്റുവേഷൻ ഉണ്ട്. അതെന്തായാലും ചോദിച്ചു നന്നായി. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഞാൻ ഇന്ന് ബേസിക്കലി പഠിപ്പിക്കാനായിട്ട് ഉദ്ദേശിച്ചിരുന്ന കാര്യങ്ങൾ. അപ്പൊ ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ നിങ്ങൾക്ക് കേസ് സ്റ്റഡി ഒന്ന് ഷെയർ ചെയ്ത് കാണിച്ചു തരാം. അപ്പൊ ആദ്യം നമുക്ക് ഒരു കേസ് സ്റ്റഡിക്ക് ഒരു PDF ഉണ്ട്. ആ PDF ഞാൻ എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് ഒന്ന് ഞാൻ പറഞ്ഞുതരാം. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിരിക്കാം. ഓക്കെ, ഞാൻ ഒന്ന് ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഞാനിപ്പോ ഷെയർ ചെയ്യാൻ പോകുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു പ്രോജക്ട് 1 എന്ന് പറഞ്ഞിട്ട് ഗ്രേറ്റ് ട്രേഡേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫോൾഡർ ആണ്. ഓക്കെ, നിങ്ങൾക്ക് ഞാൻ ഇത് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇപ്പൊ സോഹോ ഷോർട്ട് ടേം സ്റ്റുഡൻസിനാണെങ്കിൽ നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഈ ഒരു ഫോൾഡർ ഷെയർ ചെയ്യും. ഇത് ജസ്റ്റ് ഇതൊന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കണം കേട്ടോ. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ആദ്യം ഒന്ന് എക്സ്ട്രാക്ട് ഓൾ കൊടുത്തിട്ട് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാം. എക്സ്ട്രാക്ട് ചെയ്യാനൊക്കെ അറിയാമല്ലോ എല്ലാവർക്കും. അപ്പൊ ആദ്യം അതൊന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അതൊന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിനു ശേഷം വീണ്ടും ഒരു ഫോൾഡറിന് അതൊന്ന് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് അതിനകത്ത് ഗ്രേറ്റ് ട്രേഡേഴ്സ് എന്ന ഫോൾഡർ ഉണ്ട്, അതൊന്ന് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഇവിടെ ഇന്ന് നിങ്ങൾ ചെയ്യാനുള്ളത് ബേസിക് കമ്പനി ഡീറ്റെയിൽസ് എന്നിട്ടുള്ള ഫോൾഡറിനകത്താണ്. ഓക്കെ, ഇന്ന് നിങ്ങൾക്ക് ചെയ്യാനുള്ളത് എവിടെയുള്ളത്? ബേസിക് കമ്പനി ഡീറ്റെയിൽസ് എന്ന ഫോൾഡർ ഉണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അതൊന്ന് ഡബിൾ ക്ലിക്ക് അടിക്കുക. അത് കഴിഞ്ഞിട്ട് അതിനകത്ത് എന്തുണ്ട്? കമ്പനി ഡീറ്റെയിൽസ് ഉണ്ട്, ലെജർ ഡീറ്റെയിൽസ് ഉണ്ട്. അതിനകത്ത് നിങ്ങൾ കമ്പനി ഡീറ്റെയിൽസ് ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പൊ അത് ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കമ്പനി ഡീറ്റെയിൽസിന്റെ ഒരു ഫോൾഡർ വരും. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് നിങ്ങളിപ്പോ ഒരു മിനിറ്റ്, അത് ഞാൻ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ട് പക്ഷെ കാണാത്തതാണ്. ഇപ്പൊ കാണാൻ പറ്റുമായിരിക്കും. നിങ്ങളിപ്പോ ഗ്രേറ്റ് ട്രേഡേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് പറഞ്ഞിട്ടുള്ള കമ്പനിയിലെ ജൂനിയർ അക്കൗണ്ടന്റ് ആണ്. നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഒരു കമ്പനി സോഹോയിൽ ക്രിയേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. ഗ്രേറ്റ് ട്രേഡേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്. അതിന്റെ അഡ്രസ് ഒക്കെ തന്നിട്ടുണ്ട്. 2 ബ്രാഞ്ച് ഉണ്ട് കേട്ടോ. ഹെഡ് ഓഫീസ് ആണ് ബ്രാഞ്ചും ഉണ്ട്, കാലിക്കറ്റ് എന്ന ബ്രാഞ്ച് ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? ബ്രാഞ്ച് ക്രിയേഷൻ നിങ്ങൾ ചെയ്യേണ്ടി വരുവേ. കമ്പനി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് ബ്രാഞ്ച് ക്രിയേറ്റ് ചെയ്യുക. കമ്പനി ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അഡ്രസ് കൊടുക്കുമ്പോൾ ഏത് കൊടുക്കുക? ഹെഡ് ഓഫീസിന്റെ അഡ്രസ് കൊടുക്കുക. ഈ ഒരു ഹെഡ് ഓഫീസ് അഡ്രസ്സിന് എന്ത് ചെയ്യുക? കമ്പനി ക്രിയേറ്റ് ചെയ്യുന്ന സമയത്തുള്ള അഡ്രസ് കൊടുക്കുക. പിന്നെ അത് കഴിഞ്ഞ് ബിസിനസ് ടൈപ്പ് വന്നിട്ടുണ്ട്, GST നമ്പർ. നമുക്കറിയാം എങ്ങനെ GST നമ്പർ കൊടുക്കുന്നത് ഞാൻ പഠിപ്പിച്ചു തന്നിട്ടില്ലായിരുന്നില്ലേ? അപ്പൊ ആ GST നമ്പർ, ഈ തന്നിട്ടുള്ള GST നമ്പർ അതുപോലെ തന്നെ കൊടുക്കുക. പിന്നെ ഈ ഡയറക്ടേഴ്സ് തൽക്കാലം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി, ഇത് നിങ്ങൾക്ക് എവിടെയും കൊടുക്കാനില്ല. ഈ ഡയറക്ടേഴ്സ് ആരൊക്കെയാണെന്നൊന്നും എവിടെയും കൊടുക്കണ്ട. ഫോൺ നമ്പർ കൊടുക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത്രയേ ഉള്ളൂ, നിങ്ങൾ കമ്പനി ക്രിയേറ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് ബ്രാഞ്ച് ക്രിയേറ്റ് ചെയ്യുക. ബ്രാഞ്ച് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക? കാലിക്കറ്റ് ബ്രാഞ്ച് ക്രിയേറ്റ് ചെയ്യുക. അതിന്റെ അഡ്രസ്സും കാര്യങ്ങളും തന്നിട്ടുണ്ട്, അത് വെച്ച് ബ്രാഞ്ചും ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് നിങ്ങൾക്ക് വേറൊരു PDF ഉണ്ട്, ലെഡ്ജർ ഡീറ്റെയിൽസ്. തൊട്ട് താഴത്തിന് എന്തുണ്ട്? ലെഡ്ജർ ഡീറ്റെയിൽസ് ഉണ്ട്, ഒരു ഫോൾഡർ ഉണ്ട്. അതിനകത്ത് നിങ്ങൾക്ക് ഒരു ഓപ്പണിംഗ് ബാലൻസിന്റെ ഒരു PDF ആണ്. എന്ന് വെച്ചാൽ ബാലൻസ് ഷീറ്റ് ആണ് തന്നിട്ടുള്ളത്. അസറ്റ്, ലൈബിലിറ്റി, ഇക്വിറ്റി, അങ്ങനെ 3ന്റെയും ബാലൻസ് ഉണ്ട്.
അപ്പൊ ഇതിനകത്ത് എന്ത് ചെയ്യണം, ഓരോ അക്കൗണ്ടിന്റെയും ബാലൻസ് കൊടുക്കണം. എക്സാമ്പിൾ ക്യാഷിന്റെ ബാലൻസ് കൊടുക്കുക, ബാങ്കിന്റെ ബാലൻസ് കൊടുക്കുക, അങ്ങനെ ഓരോന്നിന്റെ ബാലൻസ് കൊടുക്കുക. ഈ ബാങ്കിന്റെ ബാലൻസ് നിങ്ങൾ ഏറ്റവും ലാസ്റ്റത്തേക്ക് വെച്ചാൽ മതി കേട്ടോ. ബാങ്കിന്റെ ബാലൻസ് ഏറ്റവും ലാസ്റ്റ് വെക്കുക. കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മൾ എല്ലാ ബാലൻസ് കൊടുത്തു കഴിഞ്ഞിട്ട് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ബാങ്കിന്റെ ബാലൻസ് ബാങ്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതും ബാലൻസ് കൊടുക്കുന്നതും അല്ലെ. അപ്പൊ അത് ഏറ്റവും ലാസ്റ്റിലേക്ക് വെച്ചാൽ മതി. ഇപ്പൊ നിങ്ങളത് ചെയ്യാൻ നിൽക്കണ്ട. പിന്നെ ഇതിനകത്ത് 2-3 അക്കൗണ്ടുകൾ ഉണ്ട്. ഇൻവെന്ററി, അക്കൗണ്ട് റിസീവബിൾ, അതുപോലെ തന്നെ അക്കൗണ്ട് പേയബിൾ. ഈ 3ന്റെ ബാലൻസ് നിങ്ങളിപ്പോ കൊടുക്കണ്ട. കാരണം ഇൻവെന്ററി ആണെങ്കിൽ നമ്മൾ ഓരോ ഐറ്റം ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ കൂടെയാണ് ബാലൻസ് കൊടുക്കുന്നത്. അക്കൗണ്ട് റിസീവബിൾ, അക്കൗണ്ട് പേയബിൾ എന്ന് പറഞ്ഞാൽ വെൻഡേഴ്സും കസ്റ്റമേഴ്സും നമ്മൾ ക്രിയേറ്റ് ചെയ്യും. ഈ വെൻഡേഴ്സും കസ്റ്റമേഴ്സും ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് എന്ത് ചെയ്യും, ബാലൻസ് കൊടുക്കും. സോ സെപ്പറേറ്റ് ആയിട്ട് എന്ത് ചെയ്യണ്ട, ഇത് 3ഉം ക്രിയേറ്റ് ചെയ്യണ്ട. ഇൻവെന്ററി, ട്രേഡ് റിസീവബിൾ, അക്കൗണ്ട് റിസീവബിൾ, അക്കൗണ്ട് പേയബിൾ, ഇതിന് 3ന്റെ ബാലൻസ് എന്ത് ചെയ്യരുത്, കൊടുക്കരുത്. അപ്പൊ ചോദിക്കും, സാർ നമുക്ക് ഓപ്പണിംഗ് ബാലൻസ് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവോ? ഓഫ് കോഴ്സ് ഉണ്ടാവും. തൽക്കാലം എന്ത് ചെയ്യാം, അത് കൊടുത്ത് തന്നെ സേവ് ആക്കി പൊക്കോളാം. തൽക്കാലം ഓപ്പണിംഗ് ബാലൻസ് അഡ്ജസ്റ്റ്മെന്റ് എന്ത് ചെയ്യാം, കൊടുത്ത് തന്നെ സേവ് ചെയ്ത് പോവാം. ഓക്കെ. പിന്നെ അത് കഴിഞ്ഞ് നേരത്തെ ആദ്യം ചോദിച്ച ചോദ്യം തന്നെയായിരുന്നു. നമുക്ക് ഓണേഴ്സ് ഇക്വിറ്റി തന്നെ 2 ഓണേഴ്സ് ഉണ്ട്. കൃതിക മേനൻ ഉണ്ട്, താനിയ മേനൻ ഉണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഞാൻ നേരത്തെ ആദ്യം അടുത്ത് പറഞ്ഞ പോലെ തന്നെ ഇത് രണ്ടും 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യാം. ആദ്രാസ് ക്യാപിറ്റൽ, അനീനാസ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞ പോലെ കൃതികാസ് ക്യാപിറ്റൽ, താനിയാസ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞ് ചെയ്യാം. അതല്ലെങ്കിൽ ഓണേഴ്സ് ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടില്ലായിരുന്നു ഓൾറെഡി, അവിടെ തന്നെ മൊത്തം എമൗണ്ട് ഇട്ട് കൊടുക്കാം. ദാറ്റ്സ് അപ്പോൺ യു. അത് നിങ്ങളുടെ ഇഷ്ടം. ഒന്നില്ലെങ്കിൽ സ്പ്ലിറ്റ് ആക്കാം, അല്ലെങ്കിൽ ഒരുമിച്ച് ബാലൻസ് ഇടാം. അത് നിങ്ങൾക്ക് ചെയ്യാം, എന്താന്ന് വെച്ചാൽ ചെയ്യാം. ഓക്കെ, ക്ലിയർ അല്ലേ പറഞ്ഞത് എല്ലാവർക്കും? എങ്ങനെയാണ് നമ്മൾ ബാലൻസ് കൊടുക്കേണ്ടതെന്നും കമ്പനി ക്രിയേറ്റ് ചെയ്യാൻ മനസ്സിലായില്ലേ? ഓക്കെ ആണെങ്കിൽ നമുക്ക് ഇടാവോ? ഓക്കെ, അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് അറ്റൻഡൻസ് എടുത്തോട്ടെ. ഇതില് പറഞ്ഞാതിരാ ശ്രമിക്കില്ല. രാവിലത്തെ 9ന്റെ ക്ലാസ്സിലെ പകുതി വരെ ക്ലാസ് വെച്ചുള്ളൂ. അപ്പൊ ബാലൻസ് ക്ലാസ്സിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്തത്. ഓ ഓക്കെ ഓക്കെ. അപ്പൊ നാളെ തൊട്ട് രാവിലത്തെ സ്ലോട്ട് 9 മണിയുടെ സ്ലോട്ടിലായിരിക്കും. കുറച്ച് കിട്ടുള്ളൂ. അതിനുശേഷം എനിക്ക് നെറ്റ്വർക്ക് ക്ലിയർ ആയിരുന്നില്ല. ഓക്കെ ഓക്കെ, കുഴപ്പമില്ല. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്ലാസ് തൊട്ട് പ്രോപ്പർ ആയിട്ട് അറ്റൻഡ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോടോ അല്ലെങ്കിൽ ശ്യാംസിനോടോ ചോദിക്കാം. ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ ഓൺലൈനിലുള്ള ഒരു അറ്റൻഡൻസ് എടുക്കാണ്. ഇതിനകത്ത് ഇപ്പോ ജാൻ ബാച്ചില് അനീന, ഹിബ, നിങ്ങൾ രണ്ടുപേരെല്ലാം ഓൺലൈൻ ഉള്ളൂ. ഓക്കെ. പിന്നെ ഷോർട്ട് ടേമിൽ ഇപ്പൊ അനു, സ്റ്റെൽവിൻ, നിങ്ങൾ രണ്ടുപേരും ഉച്ചയ്ക്ക് ശേഷം അല്ലെ? രാവിലെ അല്ലല്ലോ, ഉച്ചയ്ക്ക് ശേഷമാണ്. ഓക്കെ. അപ്പൊ നിങ്ങളെ ഞാൻ നാളെ കാണാം. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ ഗ്രൂപ്പിലോട്ട് ഈ ഒരു സിപ്പ് ഫയൽ ഞാൻ ഷെയർ ചെയ്തിട്ടേക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ പേഴ്സണലി കോൺടാക്ട് ചെയ്യാം. ഞാൻ ഇപ്പൊ തൽക്കാലം മീറ്റിംഗ് ലീവ് ചെയ്യാണ്. നാളെ തൊട്ട് നമുക്ക് ഓൺലൈനിൽ മീറ്റിംഗ് സ്റ്റേ ചെയ്യാം. ഓക്കെ, ഇന്ന് ഞാൻ തൽക്കാലം ഞാൻ വാട്സപ്പിൽ അയച്ചിട്ടാണ്. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാട്സപ്പിൽ ചോദിക്കാം. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്. ബൈ.